തന്റെ കൂട്ടുകാരൻ ഒരു സാധാരണ മരണം. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ സ്വഹീഹാണെന്ന് ആണയിട്ട് പറഞ്ഞൊരു സംഭവം. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സ്വഹാബിമാരെയും പരിചയമുള്ള നബി തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ 10 പേരിൽ ഒരാളാണ് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറഅയ്തു ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഫഇദാ അന ബിബാബിൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിന്റെ വാതിലിക്കൽ പോയി നിൽക്കുകയാണ്. സ്വർഗ്ഗത്തിന്റെ വാതിലിക്കൽ നിൽക്കുമ്പോൾ ഖറജ ഖാരിജും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു. അല്ലാഹുവിന്റെ ഒരു മാലാഖയാവണം. 2 കൂട്ടുകാരിൽ ആദ്യം വഫാത്തായത് ഷഹീദായ സ്വഹാബിയാണ് ഷഹീദായത്. 2ാമത്തെ കൂട്ടുകാരൻ 1 വർഷം കഴിഞ്ഞാണ് സ്വാഭാവിക മരണം സംഭവിക്കുന്നത്. സ്വർഗ്ഗത്തിൽ നിന്ന് സ്വർഗ്ഗവാതിലിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വന്ന മാലാഖ ഈ 2 പേരിൽ ആരാണോ അവസാനം മരിച്ചത് ആ സ്വഹാബി അകത്തേക്ക് വിളിക്കുന്നു, ഉദ്ഖുൽ, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വരണം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഷഹീദായ ആൾക്ക് അല്ലാഹു ഉന്നതമായ സ്ഥാനം നൽകുന്നുണ്ട്, അവരല്ലയോ ആദ്യം പോകേണ്ടത്? കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും അതാ പുറത്തു വരുന്നു. എന്നിട്ട് ഷഹീദായ സ്വഹാബിയോട് ഉദ്ഖുൽ, നിങ്ങൾ അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ ആ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, തഅഖർ, നിങ്ങളൊന്ന് മാറി നിൽക്കണേ, ഫഇന്നഹു ലം യഅനി ലക ബഅദ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയമായിട്ടില്ല, നിങ്ങളൊന്ന് മാറി നിൽക്കണം. ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായില്ലല്ലോ, നിങ്ങൾക്ക് ഇവിടെ വരാൻ സമയമായിട്ടില്ല എന്ന് എന്നോട് പറയുകയും, ഞാൻ അറിയുന്ന 2 സ്വഹാബിമാരിൽ ഷഹീദായ സ്വഹാബിയെ 2ാമത് സ്വർഗ്ഗത്തിലേക്ക് വിളിക്കുകയും ഷഹീദിന് ശേഷം 1 വർഷം കഴിഞ്ഞ് മരിച്ച സ്വഹാബിയെ ആദ്യം വിളിക്കുകയും ചെയ്ത അത്ഭുതം എൻ്റെ മനസ്സിലുണ്ട്. അന്ന് രാത്രിക്ക് രാത്രി അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ട് നബിതങ്ങളോട് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പേ എൻ്റെ മുമ്പിൽപ്പെട്ട മുഴുവൻ ആളുകളോടും ഞാൻ ഈ കഥ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെ ഒരു മഹത്തരമായ സ്വപ്നം കണ്ടു എന്ന്. വറുഇയൽ മുഅ്മിനീന സിദ്ഖുൻ, സജ്ജനങ്ങൾ കാണുന്ന സ്വപ്നം സത്യമാണ്, സത്യമാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്, അതിനർത്ഥങ്ങളുണ്ട്. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഈ ചരിത്രം പറയുമ്പോൾ, അനുഭവം പറയുമ്പോൾ, സ്വപ്നം പറയുമ്പോൾ കൂടെയുള്ള എല്ലാ സ്വഹാബിമാരും അതെന്താ അങ്ങനെ? ഫതഅജ്ജബ കുല്ലു വാഹിദിൻ മിൻഹും, ഓരോരുത്തർക്കും അത്ഭുതമുണ്ടായി. ഷഹീദായ സ്വഹാബിയല്ലേ ആദ്യം പോകേണ്ടത്? ഇതെന്താ ഷഹീദ് എത്തുന്നതിന് മുമ്പേ സാധാരണ മരണം സംഭവിച്ച ആൾ എന്തേ നേരത്തെ പോയത്, സ്വർഗ്ഗത്തിലേക്ക് ആദ്യം പോയത്? ഫഅതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ പ്രവാചകരുടെ തിരുമുന്നിലേക്ക് ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്താണ് നബി അതിൻ്റെ അർത്ഥം? നബി തങ്ങൾ പറഞ്ഞു, ത്വൽഹ, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അലൈസ, അദ്ദേഹം ആശ ബഅദഹു സനതൻ, അദ്ദേഹം തന്റെ കൂട്ടുകാരൻ വഫാത്തായി ഷഹീദായതിന് ശേഷം 1 വർഷം പിന്നെയും ജീവിച്ചില്ലയോ? വഅദ്റക റമളാന ഫസാം, തന്റെ കൂട്ടുകാരന്റെ വഫാത്തിന് ശേഷം 1 റമളാൻ ലഭിക്കുകയും ആ റമളാനിൽ നോമ്പെടുക്കുകയും ചെയ്തിട്ടില്ലയോ? വസല്ലാ 4000 റക്അ വസല്ലാ 6000 റക്അ, 6000-ഓളം വരുന്ന റക്അത്ത് അവർ നിസ്കരിച്ചിട്ടില്ലയോ? 60,000, 6000 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരായ സ്വഹാബി 1 വർഷം ജീവിച്ചതിൽ ആ 1 വർഷത്തെ ഓരോ ദിവസത്തിൻ്റെയും നിസ്കാരത്തിൻ്റെ കണക്ക് പ്രകാരം തന്നെ 6000-ഓളം 6000 റക്അ, 6000-ഓളം 6035-ഓളം റക്അത്ത് 1 വർഷം നിസ്കരിച്ച ആള്, നിസ്കരിച്ചിട്ട് 1 വർഷം ജീവിച്ച ആള്
ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരം കണക്കുകൂട്ടിയാൽ തന്നെ 6000 റക്അത്ത് നിസ്കാരം ഫർള് മാത്രമുണ്ടാകും. വകദാ മിൻ സ്വലാത്തി നഫിലിൻ, സുന്നത്തായ എത്രയോ റക്അത്തുകൾ വേറെയും. അതുകൊണ്ട് തന്റെയും തന്റെ കൂട്ടുകാരന്റെയും ഇടയിലുള്ള ദൂരം, ആ ദൂരം ആകാശഭൂമികൾക്കിടയിലുള്ളതിന് തുല്യമാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ വിവരിച്ചു കൊടുക്കുന്നു. അതിലെന്താണ് അത്ഭുതം? ഒരു റമദാൻ ഏറെ കിട്ടുന്നവർക്ക് അതിന് മുമ്പ് മരിച്ചവരെ പോലെയല്ലല്ലോ. ഒരു റമദാനിന്റെ പുണ്യം എത്രയാണ്, ഒരു റമദാനിന്റെ കൂലി എത്രയാണ്. കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗം, ആദം സന്തതിയുടെ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവരവർക്കുള്ളത് തന്നെ. ഇല്ല സൗം, നോമ്പൊഴികെ ഫഇന്നഹു ലീ വഅനാ അജ്സീ ബിഹി, അതെനിക്കുള്ളതാണ്, ഞാനാണതിന് കൂലി കൊടുക്കുന്നത് എന്ന് അല്ലാഹു ജല്ല ജലാലു. യദഉ തആമഹു വശറാബഹു വശഹവത, അവന്റെ ഭക്ഷണം, അവന്റെ വെള്ളം, അവന്റെ ശരീരത്തിന്റെ ആഗ്രഹം, മിൻ അജലി, അവൻ എനിക്ക് വേണ്ടിയല്ലയോ ഭക്ഷണം കഴിക്കാതിരുന്നത് പകൽ നേരം, അവൻ എനിക്ക് വേണ്ടിയല്ലയോ ദാഹാർത്തനായി നടന്നപ്പോഴും വെള്ളം കുടിക്കാതിരുന്നത്. അവന്റെ ഭാര്യയുടെ കൂടെ ശയിക്കാൻ അവന്റെ മനസ്സ് പറഞ്ഞപ്പോ ഇത് റമദാനിന്റെ പകലാണ്, പറ്റില്ല എന്ന് യദഉ തആമഹു വശറാബഹു വശഹവത, അവന്റെ ശരീരത്തിന്റെ വൈകാരികമായ ആഗ്രഹങ്ങൾ പോലും എനിക്കല്ലയോ അവൻ ഒഴിവാക്കി വെച്ചത്. അതുകൊണ്ട് നോമ്പ് എനിക്കുള്ളതാണ്, എന്റേതാണെന്ന് യഖൂലുല്ലാഹു തബാറക വതആല, അല്ലാഹു പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിസ്വാഇമി ഫർഹതാൻ, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്ന നോമ്പുകാരന് 2 മഹത്തരമായ ആനന്ദങ്ങൾ അള്ളാഹു നൽകാൻ പോകുന്നു. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ഒരു സന്തോഷം, ഒരു ആനന്ദമുണ്ട്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, ഒന്ന് തന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന് ഒരു സന്തോഷമുണ്ട്. നോമ്പ് ഇഷ്ടപ്പെടുന്നവർക്ക്, നോമ്പുകാർക്ക്, നെ ആദരിച്ചവർക്ക്, ബഹുമാനിച്ചവർക്ക് അള്ളാഹുവിന്റെ തിരുമുഖം കാണാനുള്ള സൗഭാഗ്യമുണ്ടാകുമെന്നല്ലയോ ഇതിനർത്ഥം? നബി തങ്ങൾ ആ ഹദീസിന്റെ തുടർച്ചയിൽ പറഞ്ഞുവല്ലോ, വലഖലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധമാണത്രേ നോമ്പ് നോറ്റവന്റെ വായ്ക്കിടെ അകത്ത് നിന്ന് വരുന്ന ദുർഗന്ധത്തിന് അള്ളാഹുവിന്റെ അരികത്ത് കസ്തൂരിയുടെ സുഗന്ധമാണ്. വസ്സൗമു ജുന്നാ, നോമ്പെന്നതൊരു പരിചയാണ്, വിട്ടു തടുക്കാൻ ഉപയോഗിക്കുന്ന പരിച പോലെ നോമ്പൊരു പരിചയാണ്, പാപങ്ങളിൽ നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന പരിചയാണത്. ഫഇൻ കാന യൗമു സൗമി അഹദികും, നിങ്ങൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് ഫഇൻ സാബഹു അഹദുൻ ഔ ശാതമ, ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കാനോ ചീത്ത വിളിക്കാനോ ശകാരിക്കാനോ വന്നാൽ നോമ്പെടുക്കുന്ന ആണും പെണ്ണും പറയണം, ഫൽയഖുൽ, ഇങ്ങോട്ട് ചീത്ത പറയുന്നവരോട് അങ്ങോട്ട് മറുപടി പറയല്ലേ, നിങ്ങൾ പറയേണ്ടത് ഇത്രമാത്രം, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പെടുത്തവനാണ്, ഞാൻ നോമ്പെടുത്തവളാണ്, ഇത് പറഞ്ഞാൽ മതി. എന്നല്ലാതെ നോമ്പിന്റെ അവസ്ഥയിൽ നിങ്ങൾ ഒരാൾക്കും അങ്ങനെ മറുപടി കൊടുത്ത് നോമ്പിനെ അശുദ്ധമാക്കരുതേ എന്ന് പറയും. മിന്നീ മുതഖബ്ബല, മഹാനായ യഹ്യ ഇബ്നു ഫളൽ റഹ്മത്തുള്ളാഹി അലൈഹി കാനൂ യദ്ഊന അല്ലാഹ 6 അശ്ഹുരിൻ, 6 മാസക്കാലം ആളുകൾ ദുആ ഇരക്കുമായിരുന്നുവത്രേ അല്ലാഹുവിനോട്, തമ്പുരാനെ റമദാനിനെ ഞങ്ങൾക്കൊന്നു തരണമേ, റമദാനിനെ കൊണ്ടുതരണമേ എന്ന് 6 മാസം. റമദാൻ കഴിഞ്ഞു പോയാൽ 6 മാസം വീണ്ടും ദുആ ഇരക്കും, ആ കഴിഞ്ഞ റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. മഹാനായ ഹസൻ ഇബ്നു സ്വാലിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരടിമപ്പെണ്ണിനെ വിൽക്കുകയും അവര് മറ്റൊരു വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടി മാറുകയും ചെയ്തപ്പോ വിശുദ്ധ റമദാൻ വരുന്ന നേരം വീട്ടുകാർ മുഴുവനും ഭക്ഷണം വാങ്ങി അരിയും സാധനങ്ങളും എടുത്തു വെച്ച് റമദാനിന് പട്ടിണി കിടക്കാൻ ഒരുങ്ങുന്ന ഭക്ഷണ വിഭവങ്ങൾ ശേഖരിക്കുന്ന വിചിത്രമായ കാഴ്ച കണ്ടപ്പോഴേ ആ പെണ്ണ് ചോദിച്ചു, അല്ല, എന്താ നിങ്ങൾ ചെയ്യുന്നത്?
നതഅഹബു ലിറമളാൻ, ഞങ്ങൾ റമളാനിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആ പെൺകുട്ടിയുടെ മറുപടി ചരിത്രം രേഖപ്പെടുത്തി വെച്ചു. നിങ്ങൾ ഇങ്ങനെയാണോ? അലാ തസൂമൂന ഇല്ലാ റമളാൻ, നിങ്ങൾക്ക് റമളാൻ മാത്രമല്ലാതെ നോമ്പില്ലയോ? റമളാനിൽ മാത്രമേ നോമ്പുള്ളൂ. ജിഅ്തുകും മിൻ ഇൻദി ഖൗമിൻ കുല്ലു ദഹ്രിഹിം കാന റമളാൻ, ഞാൻ വരുന്ന ആളുകൾ, ഞാൻ മുമ്പ് ജോലി ചെയ്ത എൻ്റെ വീട്ടുകാര്, ഹസൻ ഇബ്നു സ്വാലിഹ് തങ്ങളുടെ വീട്ടുകാര്, കാലം മുഴുവനും അവർക്ക് റമളാൻ പോലെയായിരുന്നു. ഈ വിശുദ്ധമായ പുണ്യമാസം ഒരിക്കലൂടെ അല്ലാഹു തന്നു കഴിഞ്ഞാൽ 6000-ലേറെ റക്അത്തുകൾ ഏറെ നിസ്കരിക്കാനുള്ള ഒരു വർഷത്തെ ആയുസ് ലഭിച്ചാൽ, വിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ 84 വർഷങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവുകൂടെ ഈ റമളാനിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ റമളാനിന്റെ പുണ്യം ലഭിച്ചവർ എത്ര ഭാഗ്യവാന്മാർ. വമൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, അത് നഷ്ടപ്പെട്ടവർക്ക് എത്ര വലിയ നഷ്ടമാണ്. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഒരു അതിഥി ഞങ്ങളുടെ പടിവാതിലിക്കൽ എത്തി നിൽക്കുകയാണ്. ആ അതിഥിയെ വേണ്ടവോളം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. വിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിന്റെ അവസാന രാവുകളിൽ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി മദീനയുടെ പള്ളിയിലേക്ക്. അവിടുന്ന് പറഞ്ഞു, സ്വഹാബികളെ, അതാക്കും ഷഹ്റു റമളാൻ, റമളാൻ നിങ്ങൾക്കിതാ വന്നെത്തി നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അതാക്കും ഷഹ്റു റമളാൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമായ ഒരു രാവ് ആ വിശുദ്ധ മാസത്തിലുണ്ട്. ആ റമളാൻ ഇതാ വന്നിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജിനാൻ, സ്വർഗത്തിന്റെ മനോഹരമായ വാതിലുകൾ അല്ലാഹു മലക്ക് തുറന്നു വെച്ചിരിക്കുന്നു. കയറി വരേണ്ടവർക്ക് കയറി വരാം. വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നീറാൻ, നരകത്തിന്റെ വാതിലുകൾ മുഴുവനും അല്ലാഹു കൊട്ടി അടച്ചിരിക്കുന്നു. ഇങ്ങോട്ടുള്ള പണി ആരും എടുക്കല്ലേ. വതുഗല്ലു ഫീഹി ശയാതീൻ, പിശാചുക്കളെ അല്ലാഹു ചങ്ങലകളിൽ ബന്ധിതരാക്കി വെക്കുന്ന ഒരു മാസമാണിത്. ആ മാസം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. വിശുദ്ധ റമളാൻ ഇതാ വന്നിരിക്കുന്നു. എണ്ണമറ്റ കൂലിയാണ് അല്ലാഹു നൽകാൻ പോകുന്നത് എന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാനായ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറഞ്ഞു, ഹാദൽ ഹദീസു അസ്ലുൻ ഫീ തഹ്നിയത്തിൻ നാസി ബഅ്ദുഹിം ബഅ്ദൻ ബിറമളാൻ, റമളാൻ വരുന്നുണ്ട് എന്ന് ജനങ്ങൾ പരസ്പരം ആശംസിക്കുന്നതിന്റെ അടിസ്ഥാനം ഈ ഹദീസാണ്. റമളാൻ കരീം, ഹാപ്പി റമളാൻ, റമളാൻ മുബാറക്, മുബാറക് അലൈക്കുമുശ് ഷഹർ, ഏതെല്ലാം വാക്കുകളിലാവട്ടെ റമളാനിനെ കുറിച്ചുള്ള ആശംസകൾ അറിയിക്കാൻ ഈ ഹദീസ് തന്നെ ധാരാളം തെളിവാണെന്ന് മഹാനായ അല്ലാമ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ വിശുദ്ധ അതിഥിയെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് പോലും പുണ്യമാണ്. അല്ലാഹു നമുക്ക് ആ പുണ്യം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم شهر رمضان, എൻ്റെ വിശുദ്ധ വചനം, എൻ്റെ ഖുർആൻ ഞാൻ ഇറക്കിയ മാസമാണ് ഈ വിശുദ്ധ റമളാൻ. മഹാനായ ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിലും ഔസത്തിലുമൊക്കെ ഒരു ഹദീസുണ്ട്, സ്വഹീഹായ ഹദീസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിൻ്റെ 4 കിതാബുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇറക്കിക്കൊടുത്ത ഏടും ഇറങ്ങിയത് റമളാനിലേക്ക്. പോകുന്ന വഴിക്ക് വലത്ത് ഇൻദൽ കസീബിൽ അഹ്മർ എന്ന നബി തങ്ങൾ പറഞ്ഞ ആ കുന്നിൻ ചെരുവിൽ ഇന്നും നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. അല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ആ മഹാനായ പ്രവാചകനെ അല്ലാഹു തആല തൗറാത്ത് സീനാ മലമടക്കുകളിൽ നൽകിയത് ലിസിത്തിൻ ഖലത് മിൻ റമളാൻ, റമളാൻ 6 എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞ് വഉൻസിലൽ ഇൻജീലു
ഈസ ബിൻ മറിയം, ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ എന്ന് പറയുന്ന ഗ്രന്ഥം, ഈസാ നബിയുടെ നാടും ഫലസ്തീനാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ജബൽ സൈത്തൂൻ എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന അപ്പുറത്തുള്ള മലയുണ്ട്, ഒലീവ്, മൗണ്ട് ഒലീവ് എന്ന് പറയുന്ന ഒലീവ് പർവ്വതം. ആ പർവ്വതത്തിന്റെ മീതെ നിന്നാണ് മഹാനായ പ്രവാചകനെ അള്ളാഹു ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയത് എന്നടയാളപ്പെടുത്തുന്ന സ്തൂപം ഇന്നും അവിടെയുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാഈർ മലമടക്കുകളിൽ വെച്ച് ഇഞ്ചീലിന്റെ ഏടുകൾ അല്ലാഹു നൽകുന്നത് റമളാൻ 13-നായിരുന്നു അത്രേ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വിശുദ്ധമായ സബൂർ അത് ആർക്കിറങ്ങിയ കിതാബാണ്? നബിയുല്ലാഹി ദാവൂദ്, പ്രവാചകനും അള്ളാഹുവിന്റെ ദൂതനും അതോടൊപ്പം രാജാവുമായിരുന്ന അധികാരവും നുബുവത്തും ഒരുമിച്ച് അല്ലാഹു നൽകി സമ്മാനിച്ചു കൊടുത്ത മഹാനായ നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും ദാവൂദ് നബിയെ. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നടന്നാൽ ഒരു 6-7 മിനിറ്റ് വേണം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മഖാമിലേക്ക്. തൊട്ടരികത്ത് മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, മഹാനായ ദാവൂദ് നബിക്ക് സബൂർ അല്ലാഹു നൽകുന്നത് റമളാൻ 18-നായിരുന്നു എന്ന ഹദീസിലുണ്ട്. ഇനി വിശുദ്ധ ഖുർആൻ, വഉൻസിലൽ ഖുർആനു ലി24 ഖലത മിൻ റമളാൻ. റമളാൻ 24-നാണ് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ജബലുന്നൂറിലെ ഹിറാ ഗുഹയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുകൊടുക്കുന്നത്. 1-ാം ആകാശത്തേക്ക് ഇറങ്ങിയതാണ് ലൈലത്തുൽ ഖദറിൽ, ഭൂമിയിലേക്കല്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അക്കങ്ങളുടെ അത്ഭുതങ്ങൾ എടുത്തുകൊണ്ടാണ് റമളാനിലെ 27-ാം രാവ് ലൈലത്തുൽ ഖദർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശ്വസിക്കാറുണ്ട്. മഹാനവറുകൾ പറഞ്ഞിട്ടുമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുകയാണ്. കൂട്ടത്തിലൊരു കാര്യം കൂടെ, ലൈലത്തുൽ ഖദർ 21-ാം രാവ്, 23, 25, 27, 29 ഇതിലേതെങ്കിലും ഒരു രാവായിരിക്കാം. ഏത് വർമ്മത് ഏത് രാത്രിയാണെന്ന് നിജപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധങ്ങളായ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാവുന്നതെങ്കിലും സ്വഹാബിമാർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കണക്കാക്കുന്നത് അത് 21 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്ന ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട മഹാപ്രതിഭയായ പണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കണക്കാക്കുന്നത് അത് 27 അതിന് ചില ന്യൂമറിക്കൽ വണ്ടർ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അക്കങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയാണ് അന്ന് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഖദറിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറയിൽ 30 വാക്കുകളാണുള്ളത്. 30 വാക്കുകൾ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ بإذن ربهم من كل أمر سلام هي حتى مطلع الفجر سلام هي حتى مطلع الفجر سلام هي حتى مطلع الفجر. ആ രാത്രി മുഴുവനും സമാധാനമാണ്. ഹിയ, ആ രാത്രി എന്ന് പറയുന്ന ഹിയ ലൈലത്തുൽ ഖദറിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ആ ലൈലത്തുൽ ഖദർ മുഴുവനും സമാധാനമാണ്. ഹിയ എന്നത് 27-ാമത്തെ വാക്കാണ്. മൊത്തത്തിൽ 30 വാക്കുകളാണ് ആ സൂറയിലുള്ളത്. 30 മാസത്തിലെ 27-നെ സൂചിപ്പിക്കുന്ന പോലെ എന്ന ഒരു ഇഷാറ, അതൊന്നും ഉറപ്പായത് കൊണ്ടല്ല. ഇബ്നു അബ്ബാസ് തങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ്. മഹാനവറുകൾ തന്നെ ആ സൂചനയിലേക്ക് ചില പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദർ എന്നത് 9 അക്ഷരങ്ങളുള്ള വാക്കാണ്. ലൈല
ഖദർ, ലൈലത്തുൽ ഖദർ നോക്കിയാൽ മതി. 9 അക്ഷരങ്ങളാണ് ലൈലത്തുൽ ഖദർ. 3 തവണയാണ് അള്ളാഹു അതിനെ ആവർത്തിച്ചത്. 3 × 9 = 27. 3-നെ 9 ഗുണിച്ചാൽ കിട്ടുന്നതും 27. അതുകൊണ്ട് ഇത് 27 ആവണം എന്ന അഭിപ്രായം. അള്ളാഹു ആലം. അള്ളാഹു ഏതെങ്കിലും ഒരു രാവുകളിൽ അത് സമ്മാനിക്കുകയാണെങ്കിൽ പോലും ഈ വർഷത്തെ ലൈലത്തുൽ ഖദറുമായി സന്ധിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളോട് ദുആയിരക്കാൻ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നൽകണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകൾക്കും നൽകണേ തമ്പുരാനെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. വിശുദ്ധമായ ഖുർആനിനെ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് നമ്മൾ ഇറക്കിയത് എന്നതിനർത്ഥം ഭൂമിയിലേക്ക് ഇറക്കിയത് എന്നല്ല. ഇലസ്സമാഇ ദുനിയാ, ഒന്നാൻ ആകാശത്തേക്ക് അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, അല്ലാഹുവിന്റെ പ്രൊട്ടക്റ്റഡ് പാംഫ്ലെറ്റിൽ നിന്ന്, പ്രൊട്ടക്റ്റഡ് ടാബ്ലറ്റിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് ഇറക്കിയതിനെ കുറിച്ചാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖദറിന്റെ രാവിൽ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുന്നത് ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചല്ല. അതെന്നാണ്? 24-നാണ്. അത് ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയില്ലാത്ത രാവാണ്. അത് ഇരട്ടയുള്ള അക്കമാണ്. 24, 23 ആവാം, 21, 25, 27 അല്ലേ? പക്ഷേ ഇത് 24-നാണ്. 24-നാണ് ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സമാവിയായ ഗ്രന്ഥങ്ങളും ഭൂമിയിലെ മനുഷ്യർക്ക് ആകാശലോകങ്ങളുമായി എത്തിപ്പിടിക്കാനുള്ള മനുഷ്യൻ അല്ലാഹു എറിഞ്ഞു കൊടുക്കുന്ന കയർ, അതാണല്ലോ അള്ളാഹുവിന്റെ കിതാബ്, അതാണല്ലോ ഖുർആൻ, അതാണല്ലോ സുന്നത്ത്. അള്ളാഹുവിന്റെ ദിവ്യ വെളിപാടുകൾ, അള്ളാഹുവിന്റെ ദിവ്യ വചനങ്ങൾ, അള്ളാഹുവിന്റെ ദിവ്യ ദർശനങ്ങള്, ഇത് മനുഷ്യർക്ക് ആകാശലോകങ്ങളിലേക്ക് ബന്ധപ്പെടാനുള്ള ഒരു മീഡിയമാണ്, വാസിതയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും അള്ളാഹു ഇറക്കിയത് ഈ വിശുദ്ധ റമളാനിൽ തന്നെ. റമളാൻ 1 ഇബ്രാഹിം നബിയുടേത് അലൈഹിസ്സലാം, റമളാൻ 6 മൂസാ നബി അലൈഹിസ്സലാമിൻ്റേത്, റമളാൻ 13 ഈസ നബി അലൈഹിസ്സലാമിൻ്റേത്, റമളാൻ 18 ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റേത്, റമളാൻ 24 പരിശുദ്ധമായ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. മനുഷ്യർക്ക് സത്യമേതാണ് ധർമ്മമേതാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവരുടെ ബൈലോ, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മാനിഫെസ്റ്റോ, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള മാനുവൽ, ഇത് അല്ലാഹു മനുഷ്യർക്ക് നൽകിയതാണ് വിശുദ്ധമായ ഖുർആൻ. അത് റമളാനിലാണ് അവതരണം ഉണ്ടായത്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അതുകൊണ്ട് അല്ലാഹു നമ്മളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞതിന്റെ കാരണം ഖുർആൻ ഇറങ്ങിയതാണെന്നാണ്. ഫമൻ, എന്താ കാരണം? എൻ്റെ കിതാബ് ഇറങ്ങിയ മാസമാണ്. അപ്പൊ നമ്മൾ എത്ര പ്രാധാന്യം ഖുർആൻ ഓതാനും പഠിക്കാനും കൊടുക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. നോമ്പെട് ഷഹിദ മിൻകുമുശ് ശഹ്ർ, റമളാൻ ഇറങ്ങിയതാണ് റമളാനിന് ശ്രദ്ധയുണ്ടാവാൻ കാരണം. യാ റബ്ബ്, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾ യാത്രക്കാരാവുകയോ രോഗികളാവുകയോ ആയി നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് സമാനമായ എണ്ണം റമളാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഖളാ വീട്ടണം. യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കണം. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, നിനക്ക് സ്തുതി റബ്ബേ, വലക്കൽ ശുക്ർ വലക്കൽ സനാഉൽ ഹസൻ. അല്ലാഹു നമ്മളോട് ഒരു കാര്യം നിർബന്ധമായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. ആതിഥിയെ നിങ്ങൾ നിരാശയോടുകൂടെ മടക്കി വിടരുതേ എന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. വമിമ്മാ സാദനീ ശറഫൻ വഫഖ്റാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ,
എൻ്റെ അടിമകളെ എന്ന് അള്ളാഹു നമ്മളെ വിളിക്കുന്ന ആ വിളിയാളത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൗഭാഗ്യമേ. എൻ്റെ സജ്ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ആമനു ബിക യാ റബ്ബ്. അല്ലാഹുവേ, നിന്നിൽ ഈമാനുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. സത്യവിശ്വാസികളെ, സ്വന്തക്കാരോടാണ് അല്ലാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ് എന്നല്ല, സ്വന്തക്കാരോടാണ് അല്ലാഹു ഇനി പറയാൻ പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തസ്കരിക്കും. പകൽ മുഴുവനും ജനങ്ങളുടെ കൂടെയാണ്. ഞാൻ പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ലിമ ലാ തനാം, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ എന്താണ് ഉറങ്ങാത്തത്? നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ? അതിന് എൻ്റെ ഭർത്താവ് അമീറുൽ മുഅ്മിനീൻ തന്നൊരു മറുപടിയുണ്ട്. ഇന്നിംതു ഫിന്നഹാരി ളാഅത് റഅയതി ആതികാ, ഞാൻ രാവിലെ പകലിൽ ഉറങ്ങിയാൽ അത് ജനങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട സമയമാണ്. ജനങ്ങളുടെ കൺസേൺസ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ട സമയമാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കേണ്ട നേരമാണ്. ആ നേരം ഞാൻ ഉറങ്ങിയാൽ ജനങ്ങളോടുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ എങ്ങനെ നിർവഹിക്കും? ഈ രാത്രി ഞാൻ അതിനു പകരം ഉറങ്ങുകയാണെങ്കിൽ ഉമറിന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആര് ഉമറിന് വേണ്ടി അമൽ ചെയ്യും? അത്തിഖാ, ഞാൻ എങ്ങനെയാണ് ഉറങ്ങുക? രാത്രി എനിക്ക് വേണ്ടി, എൻ്റെ പകൽ ജനങ്ങൾക്ക് വേണ്ടി. ഇതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ. പ്രസവവേദന എടുത്ത് കരയുന്ന ഒരു പെണ്ണിന്റെ ടെന്റ് മദീനയുടെ പാതിരാവുകളിൽ മഹാനവറുകൾ റോന്തു ചുറ്റുന്ന നേരത്തൊരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാരം എത്രയാണെന്ന് ലോകത്തിന് വിളിച്ചറിയിച്ചു കൊടുത്ത ഫാറൂഖ് തങ്ങൾ, നിങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന സർവ്വ ഭരണാധികാരികളെയും നിങ്ങൾ തകർത്തു കളഞ്ഞല്ലോ, തളർത്തിക്കളഞ്ഞല്ലോ എന്ന് മഹാന്മാരായ സ്വഹാബിമാര് പോലും ഉമർ എന്നവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വ ബോധം കണ്ട് വിളിച്ചു പറഞ്ഞ പ്രസവവേദന എടുത്ത് കിടക്കുന്ന ഒരു പെണ്ണ്, എവിടുന്നോ വന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ശുശ്രൂഷക്ക് സ്വന്തം ഭാര്യയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനാവശ്യമായ പ്രസവ ശുശ്രൂഷക്ക് ആവശ്യമായ വസ്ത്രവും തുണിക്കഷ്ണങ്ങളും ഭക്ഷണവും എടുത്ത് വിറകുമെടുത്ത് ചുമലിൽ കൊണ്ടു നടക്കുമ്പോ ഭൃത്യനായ അസ്ലം ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ, ആ ഭാരമേറിയ വിറകന്റെ തോളിൽ വെച്ചോളൂ, ഞാനത് ചുമക്കാം. നിങ്ങൾ എന്തിന് ഈ പാതിരാത്രിയിലെ തണുപ്പുള്ള രാവിൽ നിങ്ങൾ എന്തിനിത് ചെയ്യണം? ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു, അസ്ലമേ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, ജനങ്ങളെല്ലാവരും അവനവന്റെ കാര്യം ഉടമസ്ഥനോട് മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന നേരത്ത്, അസ്ലമേ, ഈ ഭാരം നീ ഏറ്റെടുക്കുമോ? എന്റെ ഭാരം നീ നാളെ ഏറ്റെടുക്കുമോ? അത് നിനക്ക് സാധ്യമല്ലെങ്കിൽ ഈ വിറക് ഉമറിന്റെ തോളിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ജീവിത വിശുദ്ധി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ പെണ്ണിന്റെ പ്രസവം കഴിഞ്ഞപ്പോഴാണ് ശുശ്രൂഷ ചെയ്യുന്ന സ്വന്തം ഭാര്യ ഉമർ എന്നവരുടെ ഭാര്യ വിളിച്ചു പറയുന്നത്, ബുശ്റാ ലക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, സന്തോഷിച്ചോളൂ, നിങ്ങളുടെ കൂട്ടുകാരനൊരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞപ്പോഴാണ് ആ പെണ്ണും കൂടെയുള്ള ഭർത്താവും അത്ഭുതപ്പെട്ടത്. പടച്ചവനെ, നമുക്ക് ഭക്ഷണം വെച്ച് തന്ന്, വിറക് വെച്ച് കത്തി ഊതി ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്തു തന്ന, പാതിരാത്രിയിൽ എവിടെന്നോ തുണിക്കഷ്ണങ്ങളും ഭക്ഷണവും അന്നപാനീയങ്ങളും നമുക്ക് വേണ്ടി കൊണ്ടുതന്ന ഈ മഹാമനുഷ്യൻ ഇതുതന്നെയാണോ നമ്മൾ കാണാൻ പോകാൻ ഉദ്ദേശിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്? അറിഞ്ഞില്ലല്ലോ, ഇതായിരുന്നോ ഭരണാധികാരി? ഞാനാണ് ഉമറെന്നോ ഞാനാണ് ഖലീഫയെന്നോ പരിചയപ്പെടുത്താതെ ഒരു ഭൃത്യനെ പോലെ,
ഒരു ഭൃത്യനെ പോലെ സമുദായത്തിലെ ഒരു അംഗത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി ചെന്ന് നിന്നുകൊണ്ട് ഓതുകയാണ് സൂറത്തു സ്വാഫാത്ത്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. മൃതങ്ങൾ ബോധം കെട്ടു വീണുപോയി എന്നാണ് ഈ ആയത്ത് ഓതിയിട്ട്. വഖിഫൂഹും, എല്ലാവരെയും നിർത്തേണമേ. മലക്കുകളുടെ ആഹ്വാനമാണ്. അല്ലാഹു തആല മലക്കുകളോട് വഖിഫൂഹും, മനുഷ്യരോട് മുഴുവനും എഴുന്നേറ്റ് നിൽക്കാൻ പറയണം. അല്ലാഹുവേ, മഹ്ശറയുടെ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഇതുപോലെയുള്ള ഇൽമിന്റെ സദസ്സുകളിൽ വന്നിരുന്ന് ദുആക്ക് വസിയത്ത് ആഗ്രഹിച്ചു പോയ മുഴുവൻ ആളുകളെയും, ഞങ്ങളുടെ കുടുംബത്തിലെ ബന്ധുക്കളെ, ബന്ധുമിത്രാദികളെ മരിച്ചുപോയ, ഞങ്ങൾക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന അല്ലാഹുവേ പല നാടുകളിൽ കിടക്കുന്ന മുഅ്മിന് മുഅ്മിനാത്തുകളെ നാളെ പരലോകത്തിന്റെ കഠിനമായ അനുഭവങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ തമ്പുരാനെ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, എഴുന്നേറ്റ് നിൽക്കട്ടെ എല്ലാവരും. അല്ലാഹുവിന്റെ ആഹ്വാനമാണ്. ഇന്നഹും മസ്ഊലൂൻ, അവരോട് ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. അവരോട് ചോദ്യമുണ്ട്, എനിക്കവരോട് ചോദിക്കേണ്ടതുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. അവരവരോട് അവരുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം നടക്കാൻ പോവുകയാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് തലേന്ന് രാത്രി ഏതോ ഒരു പെണ്ണിന്റെ പ്രസവ വേദന അറിഞ്ഞ് ആ പെണ്ണിനെ സഹായം ചെയ്ത് ഉറങ്ങാതെ വന്ന് സുബ്ഹി നിസ്കാരത്തിന് മദീനയുടെ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഖലീഫയാണിത്. ആ ഭാരം ഓർക്കുകയാണ്. വഖിഫൂഹും, പടച്ചവനെ, ഈ ഉമ്മത്തിന്റെ പ്രതിനിധിയായ എന്നെ ഖിയാമത്ത് നാളിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ നീ വിസ്തരിക്കുകയും ഉമറിനെ കണിശമായി നീ ചോദ്യം ചെയ്യുകയും ചെയ്താൽ അല്ലാഹുവേ, ഉമർ നഷ്ടപ്പെടുമല്ലോ, പരാജയപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് കരഞ്ഞ് ബോധം കെട്ടു വീണതിന് ഞാൻ സാക്ഷിയാണെന്ന് മൗലാഹു അസ്ലം, മഹാനായ ഉമർ തങ്ങളുടെ ഭൃത്യനായിരുന്ന അസ്ലം എന്നവർ രേഖപ്പെടുത്തുന്നുണ്ട്. ഉത്തരവാദിത്വ ബോധം ചെയ്തിട്ട് വീണ്ടും അല്ലാഹുവിന്റെ വചനം കേട്ട് പേടിച്ചു പോയത്. അനുഭവം പറഞ്ഞു. പിതാവ് CH ഉസ്താദും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും ഒരു പൊതുപരിപാടി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കിട്ടുന്നിടത്ത് കയറി. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് CH ഉസ്താദും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരും, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരാണ് മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് കേരളീയ മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ ദിശാബോധത്തിന് നിങ്ങൾ മുന്നിൽ നിൽക്കണമെന്ന് പറഞ്ഞ് മഹാനായ ശിഹാബ് തങ്ങളെ പച്ചക്കൊടി ഏൽപ്പിച്ചത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ബാപ്പു മുസ്ലിയാറും ഹൈദ്രോസ് ഉസ്താദും എന്തോ ഒരു കുശലം പറയുന്നു. ഭക്ഷണം കഴിക്കാൻ വരുന്നതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. രണ്ടുപേരും കുശലാന്വേഷണം കഴിഞ്ഞ് എന്തോ ഒരു തമാശയല്ല, ഒരു സ്വകാര്യം പറയുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു. എല്ലാവർക്കും ഓരോരുത്തർക്ക് എന്താ വേണ്ടത്? അന്ന് നാടുകളിൽ കഞ്ഞി കുടിക്കുന്ന കാലമാണ്. കഞ്ഞിയിൽ വറ്റ് കിട്ടിയാൽ ധാരാളം. ആ കാലത്ത് ഉച്ചഭക്ഷണത്തിനിരിക്കുമ്പോൾ ഹൈദ്രോസ് മുസ്ലിയാരോട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഹൈദ്രോസ് ഉസ്താദ് പറഞ്ഞോലോ, എനിക്കൊരു പൊരിച്ച മീൻ വേണം ചോറിൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബാപ്പു മുസ്ലിയാർ ചോദിച്ചു, ഹൈദ്രോസ് മുസ്ലിയാരെ, നിങ്ങൾ സാധാരണ എന്താ ഉച്ചക്ക് കഴിക്കാറുള്ളത്? ഞാൻ കഞ്ഞിയാണ് കുടിക്കലെന്ന്. ആ കഞ്ഞി കുടിക്കണങ്ങൾ ചോറും പുറമൊരു മീനും. ഇത് സമുദായത്തിൻ്റെ പൈസയിൽ നിന്നാണ് ഇതിന് ചെലവെഴുതുക. മീൻ തിരിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞു. സമുദായത്തിൻ്റെ പൈസയിൽ നിന്നാണ്. നമ്മൾ പൊതുപ്രവർത്തകരാണ്. സമുദായത്തിൻ്റെ പൈസയാണ്. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾ സാധാരണ കഞ്ഞി കുടിക്കുന്ന ആളാണെങ്കിൽ അത് തന്നെ ധാരാളമാണ്. സമുദായത്തിൻ്റെ ചെലവിൻ്റെ പേരിൽ ധൂർത്തടിച്ച് ഭക്ഷണം കഴിക്കല്ലേ എന്ന വലിയൊരു പാഠം അവിടെ കൂടിയിരുന്ന പ്രവർത്തകന്മാരെ പഠിപ്പിക്കാൻ ചാപ്പനങ്ങാടി ഉസ്താദും ഹൈദ്രോസ് ഉസ്താദും സ്വകാര്യമായി അവർ തീരുമാനിച്ചുറച്ചൊരു പരിപാടിയായിരുന്നു ഇത്. ഉസ്താദ് മീൻ കഴിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടല്ല, പക്ഷേ
സമുദായത്തിൻ്റെ പൈസ ചെലവഴിക്കുമ്പോൾ സൂക്ഷ്മത വേണമെന്ന് കൂടെയുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അള്ളാഹുവിൻ്റെ ആരിഫും വലിയുമായിരുന്ന മഹാൻ, വളാഞ്ചേരി മർക്കസ് കോളേജിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ നമ്മുടെ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു കൊടുക്കട്ടെ, ദാറുൽ ഹുദയ്ക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ വാരിക്കോരി കൊടുത്ത മഹാനാണ് കോട്ടക്കൽ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി അവറുകൾ. കുഞ്ഞാപ്പു ഹാജിയെ രാത്രി വരാൻ വേണ്ടി പറയാണ് മഹാനായ ചാപ്പനങ്ങാടി ഉസ്താദ്, ഹാജി നമുക്ക് വളാഞ്ചേരി നമ്മുടെ കോളേജിലൊന്ന് പോകണം, അള്ളാഹു എന്തോ തോന്നിപ്പിച്ചു കൊടുത്ത പോലെ. ചാപ്പനങ്ങാടി ഉസ്താദ് പോകുന്നു. ഒരു ടോർച്ചുണ്ട് കയ്യിൽ. ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയുടെ കൂടെ ഒരു ടോർച്ച് അടിച്ചിട്ട് ഇങ്ങനെ ബിൽഡിങ് നടക്കുന്ന പില്ലർ വാർത്തതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്ന് ടോർച്ചടിച്ചിട്ട് അവിടേക്കൊന്ന് ടോർച്ചടിക്കി എന്ന് പറഞ്ഞൊരു മൂലയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സിമെൻറ്റ് ചാക്കുണ്ട്. അതൊന്ന് പോയിട്ടൊന്ന് പൊക്കി നോക്കി എന്ന് പറഞ്ഞു. ചാപ്പനങ്ങാടി ഉസ്താദിന് എന്തോ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്ത പോലെ അതൊന്ന് പൊക്കി എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ അത് പൊങ്ങുന്നില്ല. സിമെൻ്റ് ഉറച്ചു പോയതാ, വേറെ നിധി കണ്ടതൊന്നല്ല കേട്ടോ, സിമെൻ്റ് ഉറച്ചു പോയതാണ്. മെല്ലെ പിടിച്ചു പൊന്തിച്ചു. ബാപ്പു മുസ്ലിയാർ ചെന്നിട്ട് ബാപ്പു മുസ്ലിയാരും ഒന്ന് പൊന്തിച്ചു നോക്കി, നല്ല ഭാരമുണ്ട്. അപ്പോൾ കാറ്റ് കൊണ്ടാൽ സിമെൻ്റല്ലേ കട്ട പിടിക്കുമല്ലോ. പിറ്റേന്ന് വളാഞ്ചേരി മർക്കസിൻ്റെ മീറ്റിംഗ് നടക്കുകയാണ്. മഹാനായ ബാപ്പു മുസ്ലിയാരാണ് പ്രസിഡന്റ്. സുബ്ഹാനല്ലാഹ്. മീറ്റിങ്ങിൽ ബാപ്പു മുസ്ലിയാർ, എങ്ങനെയുണ്ട് പണികളൊക്കെ? റാഹത്തായി നടക്കുന്നുണ്ട്. സ്ഥാപനത്തിന് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? ഇല്ല, കാര്യമായ നഷ്ടം. എന്തെങ്കിലും ചെറിയ നഷ്ടം വന്നിട്ടുണ്ടോ? ആ ചെറിയൊരു നഷ്ടം അന്നത്തെ AK ബിരാൻ മുസ്ലിയാരോ ആരാണ് അന്നത്തെ മാനേജർ AK അവരാണ്. അപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു നഷ്ടം. എന്താ? കുറച്ച് സിമെന്റ് കട്ട പിടിച്ചിട്ടുണ്ട്. അത് ചെറിയ നഷ്ടമാണല്ലേ, അത് ചിരിച്ചിട്ടാണോ നിങ്ങൾ പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ AK അവർ ബേജാറായിപ്പോയി. അവർ മാനേജറാണ്. ചിരിച്ചിട്ടാണോ നിങ്ങൾ പറയണത്? ഒരു ചെറിയ നഷ്ടം, അരച്ചാക്ക് സിമെന്റ് കട്ട പിടിച്ചത് നിങ്ങൾ ചിരിച്ചു പറയാണോ എന്ന് ചോദിച്ചു. ആരാണ് അതിൻ്റെ നഷ്ടം വഹിക്കേണ്ടത്? അപ്പോൾ AK പറഞ്ഞു ഞാൻ വഹിച്ചോളാം. നിങ്ങളല്ല വഹിക്കേണ്ടത്. ആ അരച്ചാക്ക് സിമെന്റ് കട്ട പിടിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഞാനാ വഹിക്കേണ്ടത്. ഞാനാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ്. ആ പൈസ ഞാൻ തരും. അത് എനിക്ക് പറ്റിയ വീഴ്ചയാണ് എന്ന് പറഞ്ഞ മഹാനാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഇവരൊക്കെയാണ് സമസ്തയെ പോറ്റി വളർത്തിയത് എന്ന് നമ്മൾ പറയണം. അത് നമ്മൾ അറിയണം. കാലം കേൾക്കണം. എന്താണ് സമസ്തയെന്നും നമ്മുടെ മഹത്തുക്കളുടെ സൂക്ഷ്മത എന്താണ് എന്നും നമ്മൾ വിവരിക്കണം. ജനങ്ങൾ അറിയണം. ഈ സൂക്ഷ്മത ഈ ഉമ്മത്തിന് വേണ്ടതാണ്. പൊതുജനങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മതയുടെ വിഷയങ്ങളിൽ നമ്മൾ ആലോചിക്കണം. മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ തന്നെ ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയെ അന്നത്തെ അവിടെ മഹലിൻ്റെ പ്രസിഡന്റായി സ്ഥാനമേൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാപ്പു ഹാജി ഞാനത് ഏൽക്കൂല, വലിയ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോൾ ചാപ്പനങ്ങാടി ഉസ്താദാണ് പറഞ്ഞത് ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയോട്, കുഞ്ഞാപ്പു ഹാജി, നിങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ വേറൊരു പ്രസിഡന്റ് വരും. ആ പ്രസിഡന്റ് എന്ത് തെറ്റ് ചെയ്താലും അതിൻ്റെ കുറ്റം നിങ്ങൾക്കാണ്. അയാൾ ചെയ്യുന്ന ഒരു നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നാ കുഞ്ഞാപ്പു ഹാജി അവറുകൾ. സുബ്ഹാനല്ലാഹ്. പാണക്കാട് സയ്യിദന്മാർ ഒരുപാട് മഹല്ലുകളുടെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ്. പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നവരാണ്. അവരൊരു പക്ഷേ നിരന്തരം ചെന്നു നോക്കാനോ പോയി നോക്കാനോ അവരെ കൊണ്ട് പറ്റിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ ആ സ്ഥാനത്ത് ആ മഹത്തുക്കൾ നിർണയിച്ചില്ലെങ്കിൽ ആരെങ്കിലും തൽസ്ഥാനത്ത് വന്നിരിക്കും. അവര് കൊള്ളരുതാത്തവരാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ ആളുകൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന വലിയൊരു പാഠം മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കഴിഞ്ഞുപോയ ആളുകളാണ്. നമ്മൾ മലപ്പുറത്തിൻ്റെ പരിസരത്താണുള്ളത്. അള്ളാഹു ആ സജ്ജനങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള ഭാഗ്യം അള്ളാഹു നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ, നീ നൽകണേ തമ്പുരാനെ. കറാമത്തുകൾ ഉണ്ടായിരുന്ന, ദുആക്ക് ഇജാബത്തുണ്ടായിരുന്ന മഹാനാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ. ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്ത് ഈ ഉമ്മത്തിനെ വിജയിപ്പിക്കണേ എന്ന് ദുആ ചെയ്ത് ഈ ഉമ്മത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഉമ്മത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച മഹാനാണത്. അള്ളാഹുവിന്റെ ഖബറിടങ്ങളെ നീ സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ. ചരിത്രങ്ങളിൽ പാഠങ്ങളുണ്ട്.
ഉലൈക അല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. അവരെല്ലാം അള്ളാഹു സന്മാർഗം ചെയ്തു കൊടുത്തവരാണ്, അവരുടെ മാർഗം സ്വീകരിക്കണമേ എന്ന് വിശുദ്ധ ഖുർആൻ സജ്ജനങ്ങളെ പരിചയപ്പെടുത്തി പറയുന്നുണ്ട്. അതുപോലെ ഇതുപോലെയുള്ള സജ്ജനങ്ങളെ പരിചയപ്പെടുകയാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടമുള്ള മുത്തഖീങ്ങളായ ആളുകളിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കി തരണേ തമ്പുരാനെ. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റമദാനിന്റെ അനുഭവങ്ങൾ വളരെ മനോഹരമാണ്. ഇന്നൽ മുലൂക ഇദാ ശാബത് അബീദുഹും ഫീ റിഖിഹിം അതഖൂഹും അതഖ അബ്റാരി വഅൻത യാ ഖാലിഖി ഔലാ ബിദാ കറമൻ ഖദ് ശിബ്തു ഫിർരിഖി ഫഅതിഖ്നാ മിനന്നാരി. അല്ലാഹു തആല നരകമോചനം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നരകമോചനം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ. ഹബീബിന് കൊടുക്കാൻ എന്താണുള്ളത്? എന്താ ഉള്ളതാ വീട്ടിൽ? വിരലെണ്ണാവുന്ന സാധനങ്ങൾ. പക്ഷേ അത് ജനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാസ്. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നവരാണ് പ്രവാചകര്. നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന അജ്വദ മാ യകൂനു ഫീ റമദാൻ. റമദാനിലാണ് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തത്. ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനെ കാണാൻ വരും. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു മിനൽ ഖൈരി അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ റമദാനിലും ആ വർഷം വരെ ഇറങ്ങിയ ഖുർആൻ മുഴുവനായി ഒരാവർത്തി ഓതിക്കൊടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്ത് വരാറുണ്ട്. അത് ഒരിക്കലാണ് ഓതിക്കൊടുക്കുക. തങ്ങൾ വഫാത്താകുന്ന വർഷത്തെ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് ഓതിക്കൊടുത്തു. ആ ഓതിക്കൊടുക്കൽ ഇനി ഒരിക്കലൂടെ വരാൻ ഇനി സമയമുണ്ടാവില്ല നബിയെ, അങ്ങ് ലോകത്തോട് വിട പറയുകയാണല്ലോ എന്ന് സൂചിപ്പിക്കാനായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബിമാർ അതിനെ വായിച്ചെടുത്തു. കാന അജ്വദന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ധർമ്മം ചെയ്യുന്നവരെ തങ്ങളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമ്മൾ പറയും മില്യൺ കണക്കിന് വാരിക്കോരി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അത് വേണ്ട. 10 രൂപയുള്ളവൻ അതിൽ നിന്ന് കൊടുക്കുന്നത്, 10 രൂപയുള്ളവൻ അതിൽ നിന്ന്, 100 ഉള്ളവൻ അതിൽ നിന്ന്, അള്ളാന്റെ വജഹ് ഉദ്ദേശിച്ച്. പിശുക്കന്മാർക്ക് ഈമാൻ കുറവായിരിക്കുന്ന കാരണം പിശുക്ക് അള്ളാഹുവിന്റെ റസൂല് വെറുത്ത ഒരു സ്വഭാവമാണ്. എന്താ പിശുക്കന്മാർ കൊടുക്കാത്തതെന്നറിയോ? ഈ കൊടുത്താൽ അള്ളാഹു എനിക്ക് തരും എന്ന ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോഴല്ലേ കൊടുക്കാണ്ടിരിക്കുക. കൊടുക്കുന്നതിന് അള്ളാഹു പകരം തരുന്നു എന്നല്ലേ പരിശുദ്ധ നബി ഞങ്ങൾ പഠിപ്പിച്ചത്. അതറിയുന്നവരെങ്ങനെ കൊടുക്കാണ്ടിരിക്കും? ഖാന അജ്വദന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ധർമ്മം കൊടുക്കുന്നവരായിരുന്നു നബി തങ്ങൾ. വകാന അജ്വദ മാ യകൂനു ഫീ റമദാൻ. റമദാനിലാണ് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ധർമ്മം കൊടുത്തത്. ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അരികത്തേക്ക് വരുമ്പോൾ ആ നേരത്ത് ഖുർആൻ നബി തങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന നേരം കാന അജ്വദ ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. ഒരു കാറ്റടിച്ച് വീശുന്നതിനേക്കാളും കൂടുതൽ നബി തങ്ങൾ വാരിക്കോരി കൊടുക്കുകയായിരുന്നു ഉള്ളതിൽ നിന്ന്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്, ഒരു അറാബി ഹബീബായ നബി തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയെ എനിക്ക് വല്ലതും തരണം. തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അള്ളാന്റെ റസൂൽ അതിന് മറുപടി കൊടുത്തു, ലാ വഅസ്തഗ്ഫിറുല്ലാഹ്. ലാ വഅസ്തഗ്ഫിറുല്ലാഹ്. എൻ്റെ അടുത്ത് ഇല്ല എന്ന് മാത്രമല്ല, വഅസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ മാപ്പ് തരണേ. ഇല്ലാന്ന് പറയേണ്ടി വന്നല്ലോ, പടച്ചവനെ മാപ്പ് തരണേ. ഒരാൾ പ്രതീക്ഷിച്ചു വന്നിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, പടച്ചവനെ മാപ്പ് തരണേ. ലാ മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദി ലൗല التشهد كانت لاؤه نعم.
ഹബീബ് ഒരിക്കലും ഇല്ല എന്ന് പറയാറില്ല. ഉള്ളതിന് കൊടുക്കാൻ കഴിയുന്നതിന് ഒരിക്കലും ഇല്ലെന്ന് പറയില്ല. ആര് ചോദിച്ചാലും കൊടുക്കും. ഒരിക്കൽ ഇല്ല എന്ന് പറയേണ്ടി വന്നതിനാണ് നബിതങ്ങൾ പടച്ചവനെ മാപ്പാക്കി. നമ്മൾ പറയലുണ്ട് അങ്ങനെ. ഇപ്പൊ ബക്കറ്റേറ്റ് വരും ഇപ്പൊ എന്തായാലും അല്ലേ, സംഘാടകർ അല്ലേ, മാഷാ അല്ലാ വേഗം വരി, നല്ല ടൈമിലാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഇല്ല, കൊടുക്കാനൊന്നുമില്ല, ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ മുണ്ടാണ്ട് കണ്ടക്ടർമാർ പൈസ വെച്ച് വരുമ്പോൾ ഉണ്ടാക്കണ പോലെ അസ്തഗ്ഫിറുല്ലാഹ് എൻ്റെ നമ്മൾ പറയാറുണ്ടോ? അസ്തഗ്ഫിറുല്ലാഹ് ഇല്ല റബ്ബേ, ഇല്ലട്ടോ പടച്ചവനെ എന്നോട് പുറത്താക്കണേ. ഇല്ല എന്ന് പറയുമ്പോൾ കൊടുക്കാണ്ടിരിക്കുമ്പോഴേ ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൂടെ പറയണമെന്ന് നബി തങ്ങളുടെ സുന്നത്താണ്. ലാ വസ്തഗ്ഫിറുല്ലാഹ്, ഇല്ല പടച്ചവനെ മാപ്പാക്കണേ റബ്ബേ, ഇല്ല റബ്ബേ കൊടുക്കാനില്ലല്ലോ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ വസ്തഗ്ഫിറുല്ലാഹ്. എല്ലാവരും സഹായിക്കാം. നമ്മൾ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, സ്റ്റേജുമുള്ളവരൊന്നും എഴുന്നേൽക്കേണ്ട, എഴുന്നേൽക്കാൻ പറ്റുന്നവരാണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് കാലിൻ്റെ തരിപ്പൊക്കെ ഒന്ന് മാറി നമുക്കൊരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. കൈയൊക്കെ പൊന്തിച്ച് നോക്കി, നല്ല റാഹത്ത് നിങ്ങൾ പൊന്തിച്ചാലേ. എനിക്ക് തോന്നുന്നില്ല, എന്നോട് ഒരാൾ പറഞ്ഞെന്ന എക്സസൈസ്, അത് ചെറിയൊരു എക്സസൈസ്. നമ്മുടെ അവനവൻ്റെ കയ്യും കാലിനും രക്തോട്ടം ഉണ്ടാവാൻ നല്ലതാണെന്ന്. ഞാൻ വേണ്ടാന്നുള്ളൊരു പൊക്കും വേണ്ട കേട്ടോ, വാജിബൊന്നുമല്ല. ഷാ അല്ലാ കാലിൻ്റെ തരിപ്പൊക്കെ ഒന്ന് മാറിയാ ഇരുന്നോളേ. ഷാ അല്ലാ ജസാക്കുമുല്ലാഹ് ഖൈർ. ആ പേഴ്സൊക്കെ എടുത്തില്ലേ, ബക്കറ്റിൽ വരുന്നുണ്ട്, കാണാത്ത മാതിരി ഇരിക്കരുതേ. ഷാ അല്ലാ 30 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ സക്കീർക്കൊക്കെ അതിൻ്റെ ചെറുപ്പം മുതലുള്ള പ്രവർത്തകരാ. മാഷാ അല്ലാ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും, ഇതിനെ സഹായിച്ചവർക്കും സഹായം അനുഭവിച്ചവർക്കും എല്ലാവർക്കും അള്ളാഹു കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തങ്ങൾ ഒരിക്കൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? വസ്തഗ്ഫിറുല്ലാഹ്, മാപ്പാക്കി തരണേ. ലാ വസ്തഗ്ഫിറുല്ലാഹ്. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി, മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി, ലൗലാ തശഹുദു കാനത് ലാഉഹു നഅമു യുഗ്ലി ഹയാഅൻ വയുഗ്ളാ മിൻ മഹാബതിഹി ഫമാ യുകല്ലമു ഇല്ലാ ഹീന യബ്തസിമു. ഹബീബിനെ കുറിച്ചുള്ള മനോഹരമായ വരികളാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിൽ ഒരു ലാ വന്നതുകൊണ്ട് നബി തങ്ങൾ ലാ പറയുന്നു എന്നല്ലാതെ ഷഹാദത്തില്ലായിരുന്നെങ്കിൽ അവിടെയും അത് നഅം എന്നായിരുന്നു. തങ്ങളിൽ ലാ ഇല്ല തരൂല എന്നൊന്നും തങ്ങൾ പറയാറില്ല എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച്. യുഗ്ലി ഹയാഅൻ വയുഗ്ളാ മിൻ മഹാബതിഹി ഫമാ യുകല്ലമു ഇല്ലാ ഹീന യബ്തസിമു. പുഞ്ചിരിയാണ്, ഗാംഭീര്യം നിറഞ്ഞ മുഖമാണത്. പക്ഷേ ആ മുഖത്ത് പുഞ്ചിരി വിടരും. അപ്പോഴാണ് ജനങ്ങൾ ഹബീബിനോട് സംസാരിക്കുക. അവിടുന്ന് ഇല്ല ഇല്ല എന്ന് നിഷേധത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കാറില്ല. എപ്പോഴും പോസിറ്റിവിറ്റി, എപ്പോഴും ഇൻസ്പിറേഷൻ, എപ്പോഴും മോട്ടിവേഷൻ. ഇതാണ് ഹബീബിന്റെ വാക്കുകൾ. റമദാൻ വരുമ്പോൾ നമ്മൾ കരുതി വെക്കേണ്ട ചില കരുതലുകൾ, റമദാനിന് വേണ്ടി ദാനധർമ്മത്തിലേക്ക്, റമദാനിന് വേണ്ടിയുള്ള സ്വതക്കകൾ ഇപ്പോഴേ സൂക്ഷിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് റമദാൻ ആകുമ്പോൾ റമദാനിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അമീൻ. അല്ലേ, പള്ളിയിലൊക്കെ വാദിന് പറയാൻ വരുന്ന മുച്ചാലിമീങ്ങൾക്കടക്കം പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ വരുന്ന പ്രത്യേക ഇമാമിങ്ങളുണ്ടെങ്കിൽ അവർക്ക്, ഉസ്താദുമാർക്ക്, പാവപ്പെട്ടവർക്ക്, നമ്മുടെ മിസ്കീന്മാരായ ഒരുപാട് രോഗികൾ, നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരെ, ആരോടും പുറത്തു പറയാതെ അടക്കി പിടിച്ച് സങ്കടവുമായി നടക്കുന്ന ഇടത്തരക്കാര്, ഇവർക്കൊക്കെ നമ്മുടെ സഹായഹസ്തം നീളണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു അമൽ അതാണ്. അള്ളാഹുവിലേക്കുള്ള തഖ്വയാണ് ആദ്യം. ഇതൊക്കെ തഖ്വയുടെ ഭാഗവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ് വഹുവ മഅഹും. അള്ളാഹു നമ്മളോട് പറയാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സത്യസന്ധതയുള്ള മകൾ, ഹബീബായ നബി തങ്ങളുടെ ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ
ഹബീബിന്റെ സ്വഹാബിയാത്തുകളിൽ, ഹബീബിന്റെ സൗജാത്തുകളിൽ ആബിദത്തായ മഹദിയാണ്, വലിയ ഇബാദത്ത് ചെയ്ത മഹദിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 18 വയസ്സുള്ള കാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ച കുസൃതികളാണ് നമ്മൾ ഓർക്കാറുള്ളത്. ഹബീബ് വഫാത്തായിട്ട് 40 കൊല്ലം വീണ്ടും ജീവിച്ച മഹദിയാണ്. ഇബാദത്തുകളെ കൊണ്ടും ഇൽമു കൊണ്ടും ഈ ഉമ്മത്തിന്റെ മഹദിമാർക്ക്, പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരുപോലെ മാതൃക തീർത്ത മഹദിയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. മഹാനായ അൽ അസ്വദ് ഇബ്നു യസീദ് എന്നവർ പറയുന്നുണ്ട്, ഞാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികത്തുകൂടെ കടന്നു പോകുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓതുകയാണ് സ്വലാത്തുൽ ദുഹാ, ദുഹാ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മഹദി. സൂറത്തു തൂറാണ് ഓതുന്നത്, ഹാഫിളത്താണ് മഹദി. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് ഓതിക്കൊണ്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് താബിഇയായ അൽ അസ്വദ് ഇബ്നു യസീദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്താണ് പറഞ്ഞു ഓതുന്നത്, എന്താണ് കരയുന്നതെന്നറിയുമോ? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം, നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച സിറാത്ത് എന്ന പാലത്തിലൂടെ സത്യവിശ്വാസികളായ ആളുകൾ നരകം കടക്കേണ്ടവരാണ്. സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല ഒരു നിമിഷം പോലും നരകം തൊടാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഇരിക്കുന്നവരുടെ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ. ആ നരകത്തിന്റെ മീതെയുള്ള പാലം കടന്നാൽ പിറകിലേക്ക് നോക്കുമ്പോൾ കത്തിയാളുന്ന തീജ്വാലകളിൽ അമരുന്ന ജീവനുകളെ വിളിച്ചു പറയുന്ന നിലവിളികളെ കേൾക്കുമ്പോൾ സത്യവിശ്വാസികൾ പറഞ്ഞു പോകുന്ന വാക്കാണിത്. സൂറത്തു തൂറിലെ 27-28 ആയത്തുകളാണിത്. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു നമ്മളോട് അതീവ കാരുണ്യം കാണിച്ചുവല്ലോ. വവഖാനാ അദാബസ് സമൂം, നരകത്തിന്റെ കഠിനമായ തീച്ചൂളയുടെ ചൂട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയല്ലോ. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു, അല്ലാഹുവിനോട് നമ്മൾ ദുആ ഇറക്കുമായിരുന്നുവല്ലോ റബ്ബേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റബ്ബേ എന്ന്. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അവൻ കാരുണ്യവാനാണ്, അല്ലാഹു നന്മ ചെയ്യുന്നവനാണല്ലോ എന്ന് സത്യവിശ്വാസികൾ നരകത്തിന്റെ മീതെയുള്ള പാലം കടന്നാൽ പറയുന്ന വാക്കുകള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ബീവി കരയുന്നുണ്ട്. വസമിഅതു ലിബുകാഇഹാ നശീജാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഓത്തിന്റെ കൂടെ ഒരു കരച്ചിലിന്റെ തേങ്ങൽ ഞാൻ കേട്ടു. ഞാൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മസ്അലകൾ ഹിജാബിന്റെ മറവിൽ നിന്ന് ചോദിക്കാൻ പഠിക്കാനും വരുന്നവരാണവര്. ഞാൻ തിരിച്ചു വന്നു അങ്ങാടിയിൽ. എനിക്ക് വാങ്ങാനുള്ള കൊടുക്കാനുള്ളതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതേ റക്അത്തിൽ അതേ നിസ്കാരത്തിൽ എന്ന് തോന്നി. ആയിഷ ബീവി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയിട്ടില്ല. ഫമന്നല്ലാഹു അലൈനാ ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم. ആ പരിശുദ്ധമായ ശബ്ദം ഇടറുന്നുണ്ട്. ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്. സീരിയലുകളിലോ സിനിമകളിലോ അഭിനേതാക്കൾ അഭിനയിക്കുന്ന ഏതെങ്കിലും അഭിനയങ്ങളുടെ രംഗങ്ങൾ കണ്ട് കണ്ണിൽ കരച്ചു വരുന്ന ആധുനിക ലോകത്തെ പെണ്ണുങ്ങളെ, ഉമ്മമാരെ, നമ്മുടെ മാതൃകകളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ
ഈ വിശുദ്ധമായ ജീവിതം അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതല്ലെന്ന് പഠിപ്പിക്കുമ്പോ ഈ ജീവിതത്തിൽ അള്ളാഹുവിനെയോർത്ത് നനയേണ്ട കണ്ണുകൾ ഭൗതികമായ ചുറ്റുപാടുകൾ ഓർത്തുകൊണ്ട് കരഞ്ഞ് നശിപ്പിക്കേണ്ടതല്ല. ഇത് അള്ളാഹു നൽകുന്ന കണ്ണുകൾ. രണ്ട് കണ്ണുകൾക്ക് നരകമില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണുകളെ അള്ളാഹു നരകം തൊടില്ല. വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, പട്ടാളക്കാർ, രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ വിശ്വാസികൾക്ക് അവരുടെ ശരീരം നരകം തൊടുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി റളിയല്ലാഹു അൻഹക്ക് ഡമസ്കസിൽ നിന്ന് 80,000 ദീനാർ സഹായം വരുന്നു. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുമാ ആയിഷ ബീവിക്ക് കൊടുത്തയച്ചതാണത്. 80,000 ഗോൾഡ് കോയിൻസ്. സുബ്ഹാനല്ലാഹ്, എത്രയാണത്? 80,000 സ്വർണ്ണ നാണയം. ജ്വല്ലറിക്കാര് സമ്മാനം ഉണ്ടെന്ന് പറയണേ ആളെ പറ്റിക്കണ കോയിനല്ല ഇത്. അത് 000 മൈക്രോഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാൻ. ഇതല്ല, ദീനാറുകൾ. 80,000 ഗോൾഡ് കോയിൻസ്. സുബ്ഹാനല്ലാഹ്, 80,000 ആണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈകളിലേക്ക് അത് വരുന്നു. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അതിന് സാക്ഷിയാണ്. ഫവസ്സഅത്ഹാ വഹിയ സ്വായിമ. ഷുക്കൂർ സാഹിബ്, ഷുക്കൂർ ഹാജിയാണ്, നമ്മുടെ നാട്ടുകാരനാണ്. മാഷാ അല്ലാഹ്. എങ്ങനെ ഇവിടെ എത്തി? ഫവസ്സഅത്ഹാ വഹിയ സ്വായിമ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോമ്പുകാരിയായ അവസ്ഥയിൽ ആ 80,000 ദിർഹമും കൊടുത്തു തീർത്തു. 80,000 രൂപയല്ലേ, 80,000 ദിർഹമല്ല, അത് സിൽവറാണ്. 80,000 ദീനാർ, 80,000 കൊടുത്തു. ഇതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നമുക്ക് ആയിഷ ബീവിന്റെ കുസൃതി ചോദ്യങ്ങളും നിബിതങ്ങളോട് കുസൃതി പറഞ്ഞതേ നമ്മൾ ഓർത്തു വെക്കാറുള്ളൂ. ഇങ്ങനെ ഒരു ജീവിതമുണ്ട് ആയിഷ ബീവിക്ക് റളിയല്ലാഹു അൻഹയ്ക്ക്. 80,000 നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം പോലും വാങ്ങാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറന്നുപോയില്ലേ? അപ്പോഴാണ് അവിടുത്തെ ബീവി ചോദിച്ചത്, മൗലാത്ത് ചോദിച്ചത്, യാ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഒരു ഇറച്ചി കഷ്ണമെങ്കിലും വാങ്ങിക്കാൻ 1 ദീനാറെങ്കിലും ബാക്കി വെച്ചുകൂടായിരുന്നോ? ബീവി റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുക്കുന്ന മറുപടി, വല്ലാഹി ഇന്നി നസീത്, മറന്നുപോയി മോളെ, ഞാൻ മറന്നുപോയി മോളെ, മറന്നുപോയി. ഞാൻ കൊടുത്തു കഴിഞ്ഞതിനെ കുറിച്ച് ഇനി എന്നെ നീ മോശപ്പെടുത്തി പറയല്ലേ. മറന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ബാക്കി വെക്കാ. സ്വന്തം വീട്ടിൽ നമ്മളൊക്കെ ചെയ്യും, അവനവന്റെ കാര്യം കഴിഞ്ഞ് ബാക്കി. സ്വന്തം വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള ഒരു സവിശേഷ ഭക്ഷണം പോലും വാങ്ങിക്കാതെ ആയിഷ റളിയല്ലാഹു അൻഹ 80,000 ദീനാർ സമ്മാനമായി അന്നത്തെ ഖലീഫയായ മുആവിയ തങ്ങൾ ഷാമിൽ നിന്ന് കൊടുത്തയച്ചത് അങ്ങനെ വിതരണം ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഇത് എവിടുന്ന് പഠിച്ചതാണ്? അഷ്റഫുൽ ഖൽഖിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാന അജ്വദൻ നാസ്, ഹബീബിന്റെ കുടുംബം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരാണ്. മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവർക്ക് കിട്ടുന്ന സമ്മാന തുകകളിൽ നിന്ന് എത്ര പേർക്കാണ് വാരിക്കോരി കൊടുത്തത്, എത്ര ആളുകൾക്ക് കിട്ടി? പലരും അത് പറഞ്ഞില്ല, അറിഞ്ഞത് തന്നെ എത്രയാണ്. സുബ്ഹാനല്ലാഹ്. കാന അജ്വദൻ നാസ് വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ. റമളാനിലാണ് ഏറ്റവും കൂടുതൽ വാരിക്കോരി കൊടുത്തത്. അതുകൊണ്ട് മുഅ്മിനേ, ഇത് വല്ലാത്തൊരു നേരമാണ് വിശുദ്ധ റമളാൻ. നമ്മുടെ കർമ്മങ്ങളെ ചാരിറ്റി കൊണ്ട്, പരസ്പര സഹായം കൊണ്ട്, അല്ലാഹുവിന് വേണ്ടി അവന്റെ നിയ്യത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചാരിറ്റി കിറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു നിർദ്ദേശം വെക്കുകയാണ്. നമ്മൾ ഒരുപാട് ആളുകൾക്ക് എണ്ണം ഞങ്ങൾ 1000 ആൾക്ക് കൊടുത്തു എന്ന് പറയാൻ വേണ്ടി കൊടുക്കുന്നവർക്ക് കുറച്ച് കൊടുക്കണ്ട, എണ്ണം കുറച്ച് കുറഞ്ഞാലും കിട്ടുന്നവർക്കൊരു കാര്യമാവുന്നത് കൊടുക്കണം, അല്ലേ? റമളാനിൽ പ്രത്യേകിച്ചും
ഒരു 200 വെച്ച് കൊടുക്കുക, അത് നമുക്ക് 2000 ആക്കണം കൊടുക്കുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. കിട്ടുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന ഒരു സംഖ്യ, അതൊരു 4 കൊടുത്താലും മതി. അവരുടെ വിഷമം തീരണം. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ പരക്കും ഞങ്ങൾ കൊടുത്തു. ഇവിടെ കൊടുത്തു എന്ന് പറയുമ്പോൾ വേറുള്ളൊരു പിന്നെ കൊടുക്കൂല. അങ്ങനെ സാധുക്കൾക്ക് ഒന്നുമില്ലാണ്ടായി പോവാൻ. അങ്ങനെ ഒരു ആളുകൾ കാണുന്ന പരിപാടി നമ്മൾ ചെയ്യല്ലേ. സ്വകാര്യമായിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ട ഉത്തരവാദപ്പെട്ട ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി, അവർ കൊണ്ടുപോയി കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് KMCCയുടെ ഭാരവാഹികൾ നമ്മുടെ ഗൾഫ് നാടുകളിലും ഇവിടെയും ഇന്ത്യയുടെ പ്രത്യേകിച്ച് ബാംഗ്ലൂര്, നമ്മുടെ മൈസൂരിൽ, ബോംബെയിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് നമ്മുടെ പ്രവർത്തകന്മാർ, അവരൊക്കെ കൈയഴിഞ്ഞ് കയ്യും മെയ്യും മറന്ന് വിശുദ്ധ റമളാനിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ധാരാളം ഇറങ്ങിത്തിരിക്കുന്നവരാണ്. അള്ളാഹു നീ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഗൾഫ് നാടുകളിൽ പ്രവാസികളായി കഴിയുന്നവരാണ് അവരിൽ ബഹുഭൂരിഭാഗം ആളുകൾ. അള്ളാഹു നീ അവർക്ക് അർഹമായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ തേൻകുപ്പി അല്ലേ, മാഷാ അല്ലാഹ്. ഇതിവിടെ ഇന്നലെ നമ്മുടെ മമ്പുറത്തെ മഖാമിൽ നിൽക്കുന്ന ഉസ്താദ് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. അവർ ദുആ ചെയ്ത് റുഖിയ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതിൽ ശമനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുതരുമ്പോഴേ ഒരു നല്ല ഒരു സ്വതക്ക കൊടുത്തിട്ട് സ്വീകരിക്കണേ. അത് ബാക്കിയായി പോവരുത്, നാളെ പ്രോഗ്രാമില്ല. അതുകൊണ്ട് നമ്മുടെ സംഘാടകർ വഴി ഞങ്ങൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ കൊണ്ടുതരും, സ്വീകരിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 80,000 ദീനാർ അന്ന് രാത്രിക്ക് രാത്രി അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ചെലവഴിക്കുകയാണ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ വിശുദ്ധ മാസത്തിൽ നിങ്ങൾ എനിക്ക് ആദരസൂചകമായി നോമ്പെടുക്കണേ. നോമ്പെടുക്കാൻ ഞാൻ പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകാനാണ്, പടച്ചവനെ ഭയപ്പെടാനാണ്. ആ ഭയപ്പാട് നോമ്പ് കൊണ്ട് ലഭിക്കണം എന്നത് ആത്യന്തികമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണേ. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും. ജനങ്ങളെ കാണരുത് എന്ന് വിചാരിച്ച് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്. അല്ലാഹു പറയാൻ നോക്കണം, വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അല്ലാഹുവിൽ നിന്ന് മറയുന്നവരല്ല. വഹുവ മഅഹും, അല്ലാഹു അവരുടെ കൂടെയുണ്ടല്ലോ. ജനങ്ങൾ കാണരുത് എന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് പല തട്ടിപ്പും ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാഹു കൂടല്ലേ, അല്ലാഹു കൂടെയില്ലേ? യാ റബ്ബ്, അല്ലാഹു കൂടെയില്ലേ? അല്ലാഹു കൂടെയുണ്ടല്ലോ. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും. സൂറത്തുൽ മുജാദല. എന്ത് മനോഹരമായ ആയത്ത്. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും. നിങ്ങൾ 3 പേര് സ്വകാര്യം പറയുമ്പോൾ 4-മനായി അല്ലാഹു നിങ്ങളോട് കൂടെയുണ്ട്. വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും. നിങ്ങൾ 5 പേര് ഒരുമിച്ചിരുന്നൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഒരു ഗീബത്ത് പറയുകയാണെങ്കിൽ, ഒരു കോൺസ്പിറസി നടത്തുകയാണെങ്കിൽ 5-ൽ 6-മനായി അല്ലാഹു അവിടെയുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോവുകയാണോ? വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും. ആ എണ്ണത്തിൽ കൂടുതലോ കുറവോ ആകട്ടെ, അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. നമ്മുടെ മുൻഗാമികൾ ഒരു മഹാനുഭാവൻ മരണപ്പെട്ടപ്പോ ഫറുഇയ ഫിൽ മനാം, അവരുടെ കൂട്ടുകാരവരെ സ്വപ്നത്തിൽ കണ്ടു ചോദിച്ചപ്പോ മാ ഫഅലല്ലാഹു ബിക, എന്തേ അല്ലാഹു നിങ്ങളെ കൊണ്ട് ചെയ്തത്? ഖാല ഗഫറ ലീ റബ്ബി ദംബി, എന്റെ കാരുണ്യവാൻ എന്റെ പാപങ്ങളെല്ലാം എനിക്ക് പുറത്തു തന്നു എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, ബിമാദാ, എന്തേ പറ്റിയത്, എന്തേ സംഭവിച്ചത്? അദ്ദൻതു വഹദി ഫിസ്സുഹറാ വഅഖംതു വലാ യറാനി ഇല്ലല്ലാഹ്. ഞാൻ അന്നൊരു ദിവസം മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ നിസ്കാരത്തിന് നേരമായപ്പോ ഞാൻ ഒറ്റക്ക് വാങ്ക് വിളിച്ചു, ഞാൻ ഒറ്റക്ക് ഇഖാമത്ത് വിളിച്ചു, എന്നിട്ട് ഞാൻ ഒറ്റക്ക് നിസ്കരിച്ചു. വലാ യറാനി ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു പടപ്പും എന്നെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ അല്ലാഹുവിന് വേണ്ടി വാങ്കും ഇഖാമത്തും വിളിച്ച് നിസ്കരിച്ച ആ നിസ്കാരമാണ് എനിക്ക് രക്ഷപ്പെടാൻ കാരണമായത്. സുബ്ഹാനല്ലാഹ്, ആരും അറിയാതെ ചെയ്ത അമലുകളാണ് രക്ഷപ്പെടാൻ കാരണമാവാൻ. നമ്മളെ സി ചൈദ്രോസ് മുസ്ലിയാരെ തന്നെ ഒന്നുകൂടെ ഓർക്കുകയാണ് മുഅ്മിനെ.
ഈ 96 നോമ്പുണ്ടല്ലോ, അതിൻ്റെ മഹത്വം ഉസ്താദ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. റജബും ഷഅബാനും റമദാനും ഓരോന്ന് 30 വീതം 90 പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഷവ്വാലിലെ 6 നോൽമ്പ്, അപ്പോൾ 96. അതാണ് നമ്മൾ ഉർമത്താറ് എന്നൊക്കെ പറയാം. ഹെർമത്തായ 6 ദിവസം എന്നായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലേ? ഹെർമത്താക്കപ്പെട്ട 6, കുർമത്താറ് എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ മാറുന്നുണ്ട്. 96 നോമ്പ് പഴമക്കാരും നമ്മുടെ ഉമ്മാരൊക്കെ നോക്കുന്നുണ്ടാവും. 96 നോമ്പ്. അപ്പോൾ സി എച്ച് ഉസ്താദ് പുതുപ്പറമ്പിലല്ലേ കൊട്ടക്കലടുത്ത് ഭാര്യയോട് പറഞ്ഞു, നല്ല കൂലിയുള്ള കാര്യമാണ്, നീ ചെയ്തേക്കണം. അപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങളെന്താ നോമ്പൊക്കെ അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, അത് പറയുമ്പോൾ ഉസ്താദിൻ്റെ മുഖത്തെ ഒരു വിഷമം മകൻ കണ്ടു എന്നാണ്. ഉസ്താദ് പറയാ, വാപ്പ പറഞ്ഞു, എനിക്ക് നോക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിന്നെപ്പോലെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ 96 നോൽക്കും. ഞാൻ പുറത്തിറങ്ങി നടക്കുന്ന മനുഷ്യനല്ലേ, ആൾക്കാർ വിളിക്കുമ്പോൾ ചായ കുടിക്കും, വെള്ളം തരും, എനിക്ക് നോമ്പാണ്, എനിക്ക് നോമ്പാണ്, എനിക്ക് നോമ്പാണ്. നീ 96 ദിവസം ഞാൻ പറഞ്ഞടക്കുന്നതിനേക്കാളും നല്ലത് നോൽക്കാതെ അടക്കലാണ്. ഇതൊക്കെ ജനങ്ങളുടെ വിളിച്ചറിയിക്കേണ്ടി വരൂലേ? ഒരു പരിപാടിക്ക് വിളിച്ചിരിക്കുന്നത്, ചായ കുടിക്കല്ലേ, എനിക്ക് നോമ്പാണ്, ഭക്ഷണം കഴിക്കണ്ടേ, എനിക്ക് നോമ്പാണ്. ഇത് മനുഷ്യന്മാരോട് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ ചെയ്യാണ്ടിരിക്കലാണ്. അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ എന്ന് മഹാനായ സി എച്ച് ഉസ്താദ് പറഞ്ഞു. യാ അല്ലാഹ്, ഞങ്ങളൊക്കെ ദാറുൽ ഹുദയിൽ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ പറയുന്ന 2 കിതാബാണ്. ഒന്ന് ബുഖാരി മുസ്ലിം ഹദീസ് നഫ്സൊക്കെ പഠിച്ചാലും 2 വലിയൊരു 2 കിതാബുകൾ പഠിച്ചു. ഒന്ന് ഡോക്ടർ യുബാഫുട്ടി ഹാജി എന്ന കിതാബ്, മറ്റൊന്ന് സി എച്ച് ഹൈദ്രോസ് മുസ്ലിയാർ എന്ന മറ്റൊരു കിതാബ്. ഈ 2 കിതാബും നേരിട്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു സൗഭാഗ്യം ദാറുൽ ഹുദയിലെ അനുഭവങ്ങളിൽ മറക്കാൻ കഴിയാത്തതാണ്. ആ മഹത്തുക്കൾക്ക് അല്ലാഹു ഉഖറവിയായ വിജയം നൽകട്ടെ. അവരുടെ കൂട്ടത്തിലേക്ക് അല്ലാഹു നമ്മളെയും ചേർത്തി തരട്ടെ. എന്താണ് ആ മറുപടിയൊക്കെ? യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. നമ്മൾ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടിയാവണമെന്നാണ്. നോമ്പ് അങ്ങനത്തെ ഒരു ഇബാദത്താണ് അല്ലേ? നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളും പടച്ചോനല്ല അതാർക്കും അറിയില്ല. അറിയാണ്ട് ഒരു മുറുക്ക് വെള്ളം ഏതോ ഒരു ഉമ്മ സംശയം ചോദിച്ചു എന്നാ. നോമ്പിന് തീരെ നമ്മളെ ഉതുർക്കുമ്പോൾ കുടിക്കണ ഒരു മുറുക്കല്ലാതെ തീരെ കുടിക്കാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ നിയമം. അപ്പോൾ ഉതു എടുക്കണ നേരത്തിൽ ഒരു മുറുക്ക് എവിടുന്നാ കിട്ടിയത്? അത് നമ്മൾ വല്യമ്മ മുതലേ പറഞ്ഞു കേൾക്കണതാണല്ലോ, അത് നമ്മൾ കുടിക്കാറുണ്ട്. വേറെ ഒരു മുറുക്ക് വെള്ളം, സുബ്ഹാനല്ലാഹ്. ഞാൻ വിചാരിച്ചതൊരു തമാശയാണ്. അപ്പോൾ കാര്യപ്പെട്ട് സീരിയസ് ആയിട്ട് ഒരു സഹോദരി ഒരു ചോദ്യം കൊടുത്തയച്ചതാ. നോമ്പിന് ഇത് പറ്റൂലെന്ന് കൂടല്ലോരൊക്കെ പറയേണ്ട പെണ്ണുങ്ങളൊക്കെ, ഒതുടുക്കുമ്പോൾ ഒരു മുറുക്ക് പറ്റുന്നല്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതും പറ്റൂല. അപ്പോൾ ഈ സാധു ഇത്രയും കാലം നോറ്റ നോമ്പിനൊക്കെ ഒതുടുക്കുമ്പോൾ ഒരു മുറുക്ക്, പിന്നെ എത്രയും നോമ്പ് പറ്റൂടെ? സുബ്ഹാന. അപ്പോൾ അറിയാതെ ചെയ്തതാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അറിയാതെ അല്ലേ, അറിയാതെ പറ്റിപ്പോൾ ജഹല് ഖത അള്ളാഹു മാപ്പാക്കി കൊടുക്കും, അള്ളാഹു മാപ്പാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ നോമ്പ് മുറിഞ്ഞാൽ പോലും ഒരു മനുഷ്യന്റെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റും നോമ്പ് നോറ്റ പോലെ. അള്ളാഹുവിന് മാത്രമല്ലേ അറിയുള്ളൂ നമ്മൾ നോറ്റോ ഇല്ലേ എന്ന്. അതുകൊണ്ടാണ് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ ഭയപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് എന്ന് അള്ളാഹു ജല്ല ജലാലു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. അൻസ്വാരി പെണ്ണുങ്ങളിൽ ബുദ്ധിമതിയായ മഹദി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണത്. ഇംറഅതു അബീ തുൽഹ, അബൂ തുൽഹത്തുൽ അൻസ്വാരി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. ഉമ്മു സുലൈം ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബി തങ്ങൾക്ക് എന്ത് സമ്മാനം കൊടുക്കുമെന്നറിയാതെ വല്ലാത്ത വിഷമത്തിലാണ്. ഓരോരുത്തരും ഹബീബിന് സമ്മാനം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്താ കൊടുക്കുക? فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى. ആണായാലും പെണ്ണായാലും കർമ്മങ്ങൾ ആര് ചെയ്താലും പ്രതിഫലം ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. ആണിന് ഇച്ചിരി കൂടുതൽ പെണ്ണിന് കുറവ് അങ്ങനെയില്ല, അല്ലെങ്കിൽ പെണ്ണിന് കൂടുതൽ ആണിന് കുറവ് അങ്ങനെയുമില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വെച്ച് ചൊല്ലുന്നതെന്ന് മനസ്സുകൊണ്ടെന്ന് സങ്കല്പിച്ച് നോക്കൂ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മിനിമം മദീനത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ പച്ച കുബ്ബയിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ അറിയാതെ കണ്ണ് നനഞ്ഞു പോകും. ആ കുബ്ബയിട്ട് താഴെ കിടക്കുന്ന ഹബീബിൻ്റെ പേരാണ് ആ പറയണത് അല്ലേ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് ഹബീബ് ഇരിക്കുന്ന കിടക്കുന്ന വിശ്രമിക്കുന്ന ആ പള്ളിയിലിരുന്ന് ആ മെഹ്റാബിൽ നിന്ന് ഓതുമ്പോൾ അത് റസൂലുള്ളാഹി തങ്ങളോട് അള്ളാഹു പറയുന്ന വാക്കുകൾ എന്തൊരു മനോഹാരിത. ഹബീബിൻ്റെ മുമ്പിൽ ചെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന ഒരു മകൻ, ആ മകനെയും കൊണ്ടുവന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, തഫക്കർതു ഫിദ്ദുനിയാ ഫഇദാ ഹിയ ദാഹിബ. നബിയേ, ഞാൻ ഈ ലോകത്തെക്കുറിച്ച് ആലോചിച്ചു. ഫഇദാ ഹിയ ദാഹിബ, നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ പോകും. വീടും ഭർത്താവും കുട്ടികളും ഒക്കെ പോകും, ഞാനും പോകും. എന്താ ഇപ്പം ഈ ലോകം എന്നല്ലേ. യൗവനവും ചെറുപ്പകാലം കല്യാണം കഴിഞ്ഞ് അന്നത്തെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. വയസ്സിപ്പോൾ എത്രയായി അല്ലേ. ഒരു വല്യപ്പാനെ കൊണ്ട് ഒരു വല്യമ്മക്ക് എന്താ ബർത്ത്ഡേ കേക്ക് തീറ്റിപ്പിക്കുന്ന കല്യാണ ആനിവേഴ്സറിയോ എന്തോ അല്ലേ, പെമ്പറന്നോളേന്ന് വിളിച്ചിട്ട് ചെല്ലണതൊക്കെ കണ്ടു. എന്തൊക്കെ വിളിച്ചാലും നാറ്റിയാലും ഈ ലോകം തീർന്ന് രണ്ടാളും പോകൂലേ. ഈ ലോകം അത്രയേ ഉള്ളൂ. കഴിഞ്ഞ കാലങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം അല്ലേ. കഴിഞ്ഞ കാലങ്ങൾ, അതുകൊണ്ടാണ് പലപ്പോഴും പാസ്പോർട്ടിന് ഫോട്ടോ കൊടുക്കുമ്പോൾ വരെ പഴയ ഫോട്ടോ കൊടുക്കണത്, പുതിയത് കൊടുക്കണില്ല. എന്ത് പുതിയത് നമുക്ക് തന്നെ നമ്മളെ പറ്റണില്ല എന്നതിൻ്റെ അർത്ഥം. നമ്മൾ മാറിയിട്ടുണ്ടെന്ന് ഉറപ്പാണല്ലോ. എന്നിട്ട് പോലീസ് പാസ്പോർട്ട് ഓഫീസർ പറയണം ഇത് അപ്ഡേറ്റ് ചെയ്ത ഫോട്ടോ അല്ലല്ലോ, വേറെ ഫോട്ടോ കൊണ്ടിരുന്ന് പറയണം അല്ലേ. വല്ല സുവനീറോ എന്തെങ്കിലും വല്ല സ്മരണിക ഉണ്ടെങ്കിൽ ഒക്കെ 25 വയസ്സ് മുമ്പുള്ള കഥ ഫോട്ടോ കൊടുക്കുക പത്രത്തിലൊക്കെ. ആരാന്ന് ഒരു പേര് നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്തേ, നമ്മൾ ആ യൗവനം ഇഷ്ടപ്പെടുന്നുണ്ട്. വാർദ്ധക്യം നമ്മൾ ആർക്കും പിടിച്ചിട്ടില്ല. പക്ഷെ പിടിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആ വാർദ്ധക്യത്തോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് യാത്ര പിരിഞ്ഞു പോകുന്നൊരു ലോകമാണിതിൽ. എന്തൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയാലും ആര് ഭരിച്ചാലും ഭരണങ്ങൾ മാറി വന്നാലും ഇല്ലെങ്കിലും അള്ളാഹ് കണക്കാക്കിയ കാലം ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. അത്രയല്ലേ ഈ ലോകത്തിനുള്ളൂ. അതിനാണിപ്പോൾ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ. യാ അള്ളാഹ്, വല്ലാത്തൊരു അത്ഭുതമല്ലേ. തഫക്കറതു ഫിദ്ദുനിയാ. അൻസ്വാരി പെണ്ണുങ്ങളിൽ ബുദ്ധിമതിയായ മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. തഫക്കർതു ഫിദ്ദുനിയാ, നബിയേ, ഈ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ചു നബിയേ. ഫഇദാ ഹിയ ദാഹിബത്തുൻ, ഞാൻ മനസ്സിലാക്കി നബിയേ, ഇവിടുന്ന് മക്കളും കുട്ടികളും ഭർത്താവും എല്ലാം ഓരോന്നോരോന്ന് നഷ്ടപ്പെടാനിരിക്കുന്നതാണ്. വഅറത്തു ഹദിയ ഉഖദ്ദിമുഹാ ലക, നബിയേ, അങ്ങേക്കൊരു സമ്മാനം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചു നബിയേ. അങ്ങേക്കൊരു സമ്മാനം ഞാൻ തരാൻ ഉദ്ദേശിച്ചു നബിയേ. അല്ലേ, സയ്യിദന്മാര് ഉസ്താദന്മാര് മഹാന്മാര് അവരൊക്കെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹദി എന്തെങ്കിലും കൊണ്ടു കൊടുക്കും. ഇപ്പോൾ പാണക്കാട്ടൊക്കെ ഹൈദരലി ശിഹാബ് തങ്ങളെ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ വല്ല കാസർഗോഡ് നിന്നോ വല്ല കണ്ണൂരിൽ നിന്നോ നാദാപുരത്തു നിന്നൊക്കെ വരുന്നവരൊക്കെ വല്ല പഴക്കൊല, ആദ്യമായിട്ടുണ്ടായ പഴക്കൊല, ആദ്യത്തെ മത്തൻ, ആദ്യത്തെ ചരങ്ങയാണ് തങ്ങളെ. ഒന്നുമില്ല, തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കണ്ടാൽ മീൻ പിടിക്കാൻ പോകണമല്ലോ, മീൻ പിടിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഒരു ഹദിയ. അത് ഹബീബായ നബി തങ്ങളോട് സ്വഹാബികൾ കാണിച്ച മഹത്തുക്കളോട് നമ്മൾ കാണിക്കേണ്ട ഒരു അദബിൻ്റെ ഒരു ഭാഗം. പറ്റുന്നവർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ, ഹദിയ കൊടുക്കാൻ. അപ്പോൾ ബീവി പറയാൻ, എനിക്കൊരു ഹദിയ അങ്ങേക്ക് തരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ. ഒന്നുമില്ല കയ്യിൽ, ആകെ ഒരു മോനാണുള്ളത്, 10 വയസ്സായ മോനെ. ഫമാ വജത്തു അഗ്ലാ മിൻ ഇബ്നി, എൻ്റെ മകനേക്കാളും വിലപിടിപ്പുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയില്ല നബിയേ. ഇതൊക്കെ ദുന്യാവിലെ നബിയെ. എൻ്റെ മകൻ അനസും മരിക്കും, ഞാനും മരിക്കും, ഒക്കെ മരിക്കും. ഫമാ വജത്തു അഗ്ലാ മിൻ ഇബ്നി, എൻ്റെ മകനേക്കാളും പുണ്യമുള്ള എൻ്റെ മകനേക്കാളും വിലപിടിപ്പുള്ള ഒന്നെനിക്ക് കിട്ടിയിട്ടില്ല. ഷജാ റൂഹി, അവൻ എൻ്റെ ആത്മാവിൻ്റെ സുഗന്ധമാണ് നബിയേ. എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഈ അനസ്. വഫിൽദതു കബിദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് നബിയേ. ഫഖുദുഹു,
എന്റെ മോനെ അങ്ങയുടെ വീട്ടിലാക്കി തരുന്നു നബിയേ ഹദിയതൻ, ഇതൊരു ഹദിയയാണ്. യഖ്ദുമുക ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോകത്ത് അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ എന്റെ മോനെ ഞാൻ ആക്കി തരുന്നു നബിയേ. എന്തൊരു വലിയ സമ്മാനാണ് കൊടുക്കുന്നത്. സ്വന്തം ആകൊരു മോനുള്ളൂ, ആ മോനെ ആക്കി കൊടുക്കുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക്കാണ്. അനസ് തങ്ങളുടെ വാപ്പ മാലിക് എന്നവരാണ്. അവര് മരിച്ചിട്ട് അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് വിവാഹ ആലോചന നടത്തുന്നു. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു വരുമ്പോ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു മുസ്ലിമല്ല. അബൂ തുൽഹ തങ്ങളോട് ഉമ്മു സുലൈം ബീവിന്റെ ചോദ്യം, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചു വന്നതോ? അതെ. അബൂ തുൽഹ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ അബൂ തുൽഹ? ഈ പ്രപഞ്ചം മുഴുവൻ പടച്ച ആള് ഒരാളല്ലാതെ ഒന്നിലേറെ ആളുകൾ എങ്ങനെ ഉണ്ടാവാനാണ്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നവളാണ്. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അബൂ തുൽഹ, ആ സത്യസന്ധമായ പ്രവാചകരുടെ മനോഹരമായ പൂനിലാവ് പോലെ പ്രശോഭിച്ചു നിൽക്കുന്ന എന്റെ ഹബീബിന്റെ തൂവള്ള മുഖമുള്ള വെളിച്ചമുള്ള മുഖത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദിന്റെ പാഠങ്ങൾ പഠിച്ചതിൽ പിന്നെ അബൂ തുൽഹ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസവുമായി പൊരുത്തപ്പെടാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് അബൂ തുൽഹ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിലേക്ക് വരുമെങ്കിൽ മാത്രം ഈ വിവാഹം ആലോചിച്ചാൽ മതി. തിരിച്ചുപോയി അബൂ തുൽഹ തങ്ങൾ തറവാട്ടിൽ പിറന്ന ആളാണ്, കുടുംബമുണ്ട്, തറവാടുണ്ട്, ചോദ്യങ്ങൾ വരും. ആലോചിച്ചു, വീണ്ടും വന്നു, അല്ല ഉമ്മു സുലൈമേ, എന്നാലും പറ്റില്ല. അങ്ങനെ അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു ഉമ്മു സുലൈം ബീവിയെ കല്യാണം കഴിക്കാൻ കൊടുത്ത മഹർ ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതായിരുന്നു. നമുക്ക് അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കുന്ന എന്തെങ്കിലും വിലപിടിപ്പുള്ളതാവണം മഹറായി കൊടുക്കാൻ. പക്ഷെ അന്ന് തങ്ങളുടെ കാലത്ത് പല തരത്തിലുള്ള വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. തങ്ങളുടെ ഖവാസുകളാണ് എന്ന് പറയും. ഖുർആൻ ഓതിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കി കൊടുക്കാൻ വെച്ചിട്ട് നിക്കാഹ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ ഖവാസുകളാണെന്നാണ് ഇതിനെ സംബന്ധിച്ച് അലിമീങ്ങൾ പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി വൃന്ദത്തിലേക്ക് അബൂ തുൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത് ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച നേരത്താണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വന്തം വാപ്പയെന്ന് വിളിക്കും, പക്ഷേ സ്വന്തം ഉപ്പയല്ല, ഉമ്മയെ കെട്ടിയ ഭർത്താവാണ്. വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക്. കല്യാണം കഴിച്ചതാരാണ്? അബൂ തുൽഹ. ശരിക്കും വേണ്ടത് വാപ്പയാണെങ്കിൽ അനസ് ഇബ്നു അബീ തുൽഹ എന്നല്ലേ പറയേണ്ടത്. അങ്ങനെയല്ല, അനസ് എന്നവരുടെ വാപ്പ വേറെയാണ്, മാലിക് എന്നവരാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സമിഅനാ ബിമഹ്റിൻ ഫിൽ ഇസ്ലാം അഅളമ മിൻ മഹ്രി ഉമ്മു സുലൈം. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ മഹറിനേക്കാളും ശ്രേഷ്ഠമായ ഒരു മഹർ ഞങ്ങൾ മുസ്ലിമീങ്ങളായതിന് ശേഷം ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. അപ്പൊ ആൾക്കാരൊക്കെ ചോദിച്ചു, അമാ മഹറുഹാ, അനസേ എന്തായിരുന്നു? അനസ് തങ്ങളെ പറയാൻ പോവാൻ 100-ലേറെ കൊല്ലം ജീവിച്ച മഹാനാണ്. എന്തായിരുന്നു നിങ്ങളുടെ ഉമ്മാക്ക്, നിങ്ങളുടെ ഉമ്മയെ കല്യാണം കഴിച്ച അബൂ തുൽഹ തങ്ങൾ കൊടുത്ത മഹർ എന്തായിരുന്നു? കാന മഹ്റുഹൽ ഇസ്ലാം, എന്റെ ഉമ്മാക്ക് മഹർ കൊടുത്തത് ഇസ്ലാമായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ദീനിന്റെ മഹത്വമാണ് പറയുന്നത്. ഇന്ന് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല, പ്രേമം മതി എന്ന് ചിന്തിച്ച് ഓടുന്ന, കാര്യങ്ങളെ മനസ്സിലാക്കാതെ, വിഷയങ്ങളെ ഗഹനമായി പഠിക്കാതെ, ചുറ്റുപാടുകളെ മനസ്സിലാക്കാതെ, കൂടെയുള്ള മുഴുവൻ ആളുകളെയും കണ്ണീരിൽ ആഴ്ത്തി ഒരു സാഹസം ചെയ്ത് 4 മാസം കഴിഞ്ഞാൽ തീരുന്ന ഒരു ആവേശമാണിത്. ആ ഒരു ആവേശം കൊണ്ട് വരുത്തി വെക്കുന്നത് ദുന്യാവും ആഖിറവും നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബൂ തുൽഹ, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുമോ? എങ്കിലാവാം. അങ്ങനെ കലിമ ചൊല്ലി വിശ്വസിച്ചു മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. അവരെ കല്യാണം കഴിച്ച മഹദിയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നിരിക്കുന്നു, നബിയേ, എൻ്റെ മക്കളിൽ ഒരേ ഒരു മോനെ എനിക്കുള്ളൂ, ഒരേ ഒരു മോന്.
ഫമാ വജത്തു അഗ്ലാ മിൻ ഇബ്നി, എൻ്റെ മോനേക്കാളും വിലപിടിപ്പുള്ള ഒന്ന് സമ്മാനം തരാൻ കണ്ടില്ല നബിയേ. ഷജാ റൂഹി വഫിൽദതു കബിദി, എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, എൻ്റെ റൂഹിൻ്റെ സുഗന്ധമാണിത്. എൻ്റെ മോനെ ഞാൻ നബിയേ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്യാൻ അയക്കുന്നു നബിയേ, അങ്ങേക്ക് ഖിദ്മത്തിന് ഞാൻ വിടുന്നു നബിയേ എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം അർ-റുമൈസ്വാ റളിയല്ലാഹു തആല അൻഹാ നമ്മുടെ മക്കളിൽ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന മദ്രസകളിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കാൻ എത്രത്തോളം താല്പര്യം കാണിക്കുന്നു, നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കാൻ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, നമ്മുടെ മക്കളെ അള്ളാഹുവിന്റെ വചനങ്ങൾ പഠിച്ച് അച്ചടക്കമുള്ള ദീനുള്ള മക്കളാവാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കാറുണ്ട്, നമ്മൾ എത്ര പരിശ്രമിക്കാറുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് സാക്ഷ്യമായ ഖുർആനിന്റെ വാർഷികമെന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് റമളാനാണ്. ആ റമളാനിലെങ്കിലും നമ്മുടെ മക്കളെ ഖുർആനിന്റെ ഒരു ഹിസ്ബിന് പ്രത്യേകമായ സംവിധാനങ്ങൾ നമ്മുടെ മദ്രസകളിൽ ഉണ്ടാവട്ടെ. നമ്മുടെ മസ്ജിദുകൾ കേന്ദ്രമാക്കി ഇതുവരെ ഖുർആൻ ഓതാൻ സൗഭാഗ്യമില്ലാതെ പോയ പ്രായമുള്ള ആളുകൾക്ക് മദ്രസയിലെ ഉസ്താദുമാര്, പള്ളിയിലും ഇമാമുമാര്, ഖതീബുമാര്, സൗകര്യമുള്ളവരെ ഒരു ദർസ് നടത്തട്ടെ. സുബ്ഹിക്ക് ശേഷം അല്ലെങ്കിൽ ദുഹറിന് ശേഷം, അസറിന് ശേഷം പറ്റുന്ന സമയം ഖുർആൻ പഠിക്കാൻ ഒരു നാണമില്ലാതെ, ലജ്ജ തോന്നാതെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, നമ്മുടെ ഉസ്താദുമാരും ഒരൽപ്പം അതിനൊരു സാഹസികതയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ, ഈ വിശുദ്ധ റമളാനിനോട് നമ്മൾ ചെയ്യുന്ന പ്രത്യേകമായ ഒരു അനുഭാവമായിരിക്കും നമ്മൾ ആ ചെയ്യുന്നത്. എത്രയോ ആളുകൾ സങ്കടത്തിലാണ്, പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്കതിന് സൗകര്യം കിട്ടിയില്ലല്ലോ, ഇനി ആര് പഠിപ്പിച്ചു തരും, ഏത് മദ്രസയിൽ പോകും, 50-60 വയസ്സുള്ള ഞാൻ എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു പരിഹാരമാവട്ടെ. നമ്മുടെ പള്ളികൾ മുഴുവനും സജീവമാവട്ടെ. ഹിഫ്ളുൽ ഖുർആൻ മനപ്പാഠമാക്കാൻ നമ്മൾ കെട്ടിടുണ്ടാക്കാനും അതിനനുബന്ധമായ ചെലവുകളെന്ന് പറഞ്ഞ് എത്രയോ പിരിവുകള്. എന്തിനാണിതൊക്കെ? ഖുർആൻ മനപ്പാഠമാക്കാനുള്ള ഒരു ദൗത്യമാണെങ്കിൽ, ആൺകുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ പള്ളികൾ തന്നെ പോരെ, ധാരാളമല്ലേ അത്? നമ്മുടെ മദ്രസകൾ പോരെ? നമ്മുടെ പള്ളികളുടെ സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ താഴെയും മേലെയും സൗകര്യങ്ങളുള്ള മസ്ജിദുകളുണ്ട്. പിന്നെ വേണോ ഒരു ഹിഫ്ളുൽ ഖുർആനിന് വേറെ കെട്ടിടം? ആവശ്യമുള്ളിടത്തൊരു വിഷയത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അനാവശ്യമായി സമുദായത്തിന്റെ തോളിൽ ചെലവ് വെച്ച് കെട്ടുന്നതിന് പകരം ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ പോരെ? ധാരാളമല്ലേ അതൊക്കെ? അള്ളാന്റെ കലാം മസ്ജിദിലല്ലാതെ പിന്നെ എവിടെയാ വേണ്ടത്? പരിശുദ്ധമായ കലാം ഏത് ചെറിയവർക്കും വലിയവർക്കും പഠിക്കാനും നമ്മുടെ മക്കൾ എന്ന് പറയുന്ന ഉമ്മു സുലൈം ബീവി പറഞ്ഞ പോലെ നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാണ് അവരെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹുവേ ആ ദമ്പതികൾക്ക് കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കേണമേ റഹ്മാനെ. അല്ലാഹുവേ എത്രയോ ആളുകൾ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞായി വേറൊരു കുഞ്ഞില്ലാതിരിക്കുന്നവര്, ഒന്നും ആവാത്തവര്, അല്ലാഹു അവർക്കൊക്കെ അവരുടെ ഇഷ്ടവും ആഗ്രഹവും അറിയുന്നവനെ കൺകുളിർമയുള്ള മക്കളെ കൊടുത്ത്, സ്വാലിഹീങ്ങളെ കൊടുത്ത് സന്തോഷിപ്പിക്കണമേ റഹ്മാനെ. നമ്മുടെ മക്കളെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഈ റമളാനിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയുമോ? അനസ് റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ തങ്ങൾക്ക് സമ്മാനിച്ചപ്പോഴാണ് നബി തങ്ങൾ മറുപടി കൊടുത്തത്, ഗഫറല്ലാഹു ലകി മാ തഖദ്ദമ മിൻ ദംബികി വമാ തഅഖറ. ഉമ്മു സുലൈമേ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, നിങ്ങളുടെ മുൻകഴിഞ്ഞതും പിൻകഴിഞ്ഞതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു മാപ്പു തരട്ടെ. ഹബീബിന് ഒരു സമ്മാനം നേർന്നതിന്റെ സന്തോഷം ഹബീബായ നബി തങ്ങൾ ഒരു പ്രാർത്ഥനയായി കൊടുത്തു. ثم قالت ഉമ്മു സുലൈം ബീവി പറയാണ്, ഞാൻ പറഞ്ഞു നബിയോട്, യാ റസൂലല്ലാഹ്, നബിയേ, ഉദ്ഉല്ലാഹ ലിബ്നിക അനസ്, ഇത് അങ്ങയുടെ മോനാണ്, ഇനി മുതൽ അങ്ങയുടെ മോൻ അനസിന് വേണ്ടി ദുആ ഇറക്കണേ. ഇതൊക്കെ പഠിക്കേണ്ടതാ. സയ്യിദന്മാരെ, ആലിമീങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന നമുക്ക് മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന നല്ല മഹാന്മാരെ കാണുമ്പോൾ മക്കളൊക്കെ കൂടണ്ടോ? മക്കൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറ. എൻ്റെ മോൻ നന്നാവാൻ വേണ്ടി ദ്വാരക്കണം, എൻ്റെ മോള്, എൻ്റെ കുടുംബം, ഞാന് നന്നാവാൻ വേണ്ടി ദ്വാരക്കണം. നമ്മൾ അങ്ങനെയാണ് ദ്വാരപ്പിക്കേണ്ടത്. മക്കളെ കൊണ്ടുപോയിട്ട് ദ്വാരപ്പിക്കണം, മഹാന്മാരുടെ അരികത്ത് പോയി സിയാറത്ത് ചെയ്യിപ്പിക്കണം. അതൊക്കെ നമ്മുടെ മക്കളിൽ സ്വലാഹും നന്മയും ഉണ്ടാവാൻ നല്ലതാണ്. നബിയേ, അങ്ങയുടെ മോനാണിത്, ഉദ്ഉല്ലാഹ ലിബ്നിക, അങ്ങനെ പറഞ്ഞു. ഇബ്നി, ഇത് എൻ്റെ മോൻ എന്നാ പറയേണ്ടത്. ഉദ്ഉല്ലാഹ ലിബ്നിക അനസ്, അങ്ങയുടെ മോൻ അനസിന് വേണ്ടി ദുആ ഇറക്കണേ നബിയേ. അനസ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന ഈ സ്വഹാബിയാണ് 10 വർഷം ഹബീബിന് സേവനം ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ഇറക്കാൻ പോകുന്നു. എന്തൊരു മനോഹരമായ ദുആ!
അനസ് റളിയല്ലാഹു അൻഹുവിന് സമ്മാനം അടിച്ചു. എന്താണ് അതുവായിരുന്നറിയോ? അല്ലാഹുമ്മ അത്വിൽ ഉംറഹു, അല്ലാഹുവേ ആയുസ് നീട്ടിക്കൊടുക്കണേ. ഇത് പറയുമ്പോൾ 10 വയസ്സുള്ളൂ അനസ് എന്നവർക്ക്. 10 വയസ്സ്. ആയുസ് നീട്ടിക്കൊടുക്കണേ. വകസ്സിർ മാലഹു, അല്ലാഹുവേ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ. വവലദഹു, മക്കളെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ. വഗ്ഫിർ ദംബഹു, പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. എല്ലാറ്റിനും ഇതുമായിരുന്നു. കുറെ മക്കളെ, കുറെ സമ്പാദ്യം, ഒരുപാട് ആയുസ്സും, പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും. ഇനി എന്താ ദുന്യാവിൽ വേണ്ടത്? ഇനി എന്താ ദുന്യാവിൽ വേണ്ടത്? എല്ലാം കൊടുത്തു നബി തങ്ങൾ. ദുആയിരുന്നു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ അസ്ഹാബു തറാജിം അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, മഹാനവറുകൾ നൈഫ് അലൽ മിഅ, 100-ലേറെ കൊല്ലം ജീവിച്ച മഹാനാണ്. 100-ലേറെ കൊല്ലം, 100-ലേറെ വർഷം ജീവിച്ചു അനസ് റളിയല്ലാഹു അൻഹു. കൂഫയിൽ മഹാനവറുകൾ താമസമാക്കുമ്പോ മഹാൻ പറഞ്ഞിട്ടുണ്ട്, ദഫൻതു മിൻ വൽദി ലിസുൽബി വവൽദി ഔലാദി യൗമ ദഖലൽ ഹജ്ജാജുൽ കൂഫത 100 നഫ്സിൻ. വല്ലിപ്പയാ പറയണത്, എൻ്റെ മക്കള്, എൻ്റെ മക്കളുടെ മക്കളുമായിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അധികാരമേൽക്കുന്ന ഈ നേരത്ത് വരെ എൻ്റെ കൈകൊണ്ട് ഞാൻ മറവ് ചെയ്തത് 100ഓളം മക്കളുണ്ട്. മക്കളുടെ മക്കളും സ്വന്തം മക്കളുമായിട്ട് 100ഓളം മക്കളെ എൻ്റെ കൈകൊണ്ട്, വാപ്പയുടെ വല്ലിപ്പ മരിക്കുന്നതിന് മുമ്പ് പേരക്കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. 100ഓളം മക്കളെ ഞാൻ എൻ്റെ കൈകൊണ്ട് മറവ് ചെയ്തിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തതാണ്. ഹബീബിന്റെ അരികത്തേക്ക് പറഞ്ഞയച്ചു. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മാസങ്ങളായി തീന്റെ പുക ഉയരാത്ത, അടുപ്പിൽ തീ വെക്കാത്ത ദിവസങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാവാറുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന വീടാണത്. അവിടെ വെച്ച് തിന്നാൻ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ദർസിലേക്ക്, അല്ലേ? പണ്ട് കാലത്ത് ദർസിൽ അറബി കോളേജിലൊക്കെ പോയത് ഭക്ഷണമില്ലാത്ത കാലാണ്. അവിടെ പോയ എൻ്റെ കുട്ടിയൊക്കെ തിന്നാനെങ്കിലും കിട്ടുമല്ലോ, അല്ലേ? അങ്ങനെ പോയി പഠിച്ചതാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. നല്ല മുതലാളിമാരുടെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. നല്ല സൗകര്യമുള്ളവരുടെ മക്കൾ, അവരൊക്കെ കഷ്ടപ്പാട് സഹിച്ച് പഠിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ലല്ലോ. ത്വലബത്തുൽ ഇൽമ ലിഗൈരില്ലാഹ് ഫഅബാ അൻ യകൂന ഇല്ലാ ലില്ലാഹ്. ഗസാലി ഇമാം അങ്ങനെയാണ് ഇൽമു പഠിക്കാൻ പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇൽമു പഠിക്കാൻ ആവേശത്ത് പോയതല്ല, ഒരു നേരം ഭക്ഷണം കഴിക്കാലോ അവിടെ പോയാൽ. അങ്ങനെ ഇൽമിന്റെ രുചി അറിഞ്ഞപ്പോ പിന്നെ എൻ്റെ പഠനം അല്ലാഹ്ക്ക് വേണ്ടിയായി. ആദ്യം പോയത് ചോറുന്നാൻ വേണ്ടി പോയതാ എന്ന പോലെ മുമ്പൊക്കെ കഷ്ടപ്പാടുള്ള വീടുകളിൽ നിന്നാണ് ദർസിലേക്കും അറബി കോളേജൊക്കെ കുട്ടികളൊക്കെ പോയിരുന്നത്. ഇന്നങ്ങനെയല്ല, സ്ഥിതികളൊക്കെ മാറി. അള്ളാഹു ആ നന്മയെ നിലനിർത്തി തരട്ടെ എന്ന് ദുആയിരക്കുകയാണ്. നമ്മുടെ മക്കളിൽ അള്ളാഹു തആല ഇൽമും നന്മയും സ്വലാഹും അള്ളാഹു നൽകട്ടെ. ഈ മഹാന്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, അവരെ കുറിച്ചാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ദഖൽതുൽ ജന്നൽ ബാരിഹ, ഇന്നലെ രാത്രി അല്ലാഹു തആല എനിക്ക് സ്വപ്ന ദർശനത്തിലൂടെ സ്വർഗം സന്ദർശിക്കാൻ ഇടതന്നു. ഞാൻ ഇന്നലെ സ്വർഗലോകത്തേക്ക് പോയി. അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ മിഅ്റാജ് ശരീരം കൊണ്ടുണ്ടായ മിഅ്റാജാണ്. ശരീരം കൊണ്ടുള്ള മിഅ്റാജ്. മനാമിൽ എത്രയോ മിഅ്റാജുകളുണ്ട്. റജബ് 27-നുണ്ടായത് ഹബീബിന്റെ ശരീരത്തോടുകൂടെ ആകാശലോകത്തേക്ക് പോയി അത്രയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിലെ ഖുബ്ബത്തു സുഹറയിൽ നിന്ന്. ഇതല്ല, ഇത് നബി തങ്ങൾക്കുണ്ടായ റുയയിലൂടെ ഉണ്ടായ ഒരു മിഅ്റാജാണ്. ഫറഅയ്തു റുമൈസാ ഇംറഅത അബീ തുൽഹ, അബൂ തുൽഹയുടെ ഭാര്യ റുമൈസാ ബീവിയെ, ഉമ്മു സുലൈം ബീവിയെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറുയൽ അംബിയാഇ വഹ്യുൻ, അംബിയാക്കന്മാർ കാണുന്ന സ്വപ്നം വഹ്യാണ് എന്ന് പരിശുദ്ധ റസൂൽ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് ദീനുമായി അടുക്കാൻ ഒരു നേരമാവട്ടെ, ദീനുമായൊരു ബന്ധം ഊട്ടിയുറപ്പിക്കട്ടെ. അതല്ലേ ബാക്കിയുണ്ടാകൂ, അതല്ലേ നമ്മുടെ ഖബറിലേക്കുണ്ടാകൂ. നമ്മൾ മരിച്ചു പോയാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ വേണ്ടേ? വാപ്പയെ ഉമ്മയെ ഓർക്കുന്നവർ വേണ്ടേ? ഖബറിന്റെ അരികത്തുകൂടെ പോകുമ്പോ അസ്സലാമു അലൈക യാ അബി, എന്റെ പിതാവേ, എന്റെ ഉപ്പ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഈ മണ്ണിന്റെ ഉള്ളിലേക്ക് വന്ന് അങ്ങയുടെ കൂടെ കിടക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയില്ലല്ലോ. ഉപ്പ, നിങ്ങൾക്ക് അള്ളാഹു കൂടെ നിൽക്കട്ടെ, നിങ്ങളുടെ ഖബറിൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ എന്ന് ഉമ്മയോട് ഉപ്പയോട് പറയുന്ന മക്കളെ അള്ളാഹുവേ നീ ഞങ്ങൾക്കൊക്കെ നൽകണമേ തമ്പുരാനെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന മക്കളാക്കി നീ ഞങ്ങളെ മാറ്റിത്തരണേ തമ്പുരാനെ.
റുമൈസാ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗം വാങ്ങിച്ചു ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി ഒരു മോനെ സമർപ്പിച്ചതിന്റെ പേരിൽ. ചരിത്രത്തിൽ ഒരു മഹദിയുണ്ട്, ഖൻസാ ഉസ്സുലമിയ്യ റളിയല്ലാഹു അൻഹ. ഖൻസാ ഉന്നഹയ്യയുണ്ട്, പാട്ടുപാടുന്ന ഖൻസ. ഇത് അവരല്ല. ഖൻസാ ഉസ്സുലമിയ്യ, ഖാദിസിയ യുദ്ധം നടക്കുകയാണ്. ജനങ്ങൾ ഓരോരുത്തരും യുദ്ധത്തിന് അണിനിരന്ന് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ ശത്രുക്കളുണ്ട്, ഇപ്പുറത്ത് വിശ്വാസി ജനങ്ങളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പതാക പറക്കുന്നുണ്ട്. ആ നേരത്തൊരു ഉമ്മ ഓടി വരുന്നു. ഖൻസ എന്നാണ് അവരുടെ പേര്, ഖൻസാ ഉസ്സുലമിയ്യ. ദീനിനൊരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ആ പ്രതിസന്ധിയെ മറികടക്കാൻ മുമ്പിൽ ഒന്നുമില്ലാതെ വന്ന നേരത്ത് സ്വന്തം മക്കളെ ഓരോരുത്തരെയായി അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച ഖൻസാ റളിയല്ലാഹു അൻഹ. ആ ഒരു യുദ്ധമല്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഇൽമു കൊണ്ടുള്ള ഒരു യുദ്ധം നമുക്കിപ്പോൾ ആവശ്യമാണ്. اللهم إنه ما عندي اليوم أغلى من أبنائي الأربعة. പടച്ചവനെ, എൻ്റെ 4 മക്കളാണ് എൻ്റെ കൂടെയുള്ള എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് റബ്ബേ. ഖാദിസിയ യുദ്ധം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു കിടന്നുകൊണ്ട് നിയന്ത്രിച്ച യുദ്ധമാണത്. ആ യുദ്ധത്തിലേക്ക് ഖൻസാ ബീവി 4 മക്കളെ എടുത്തു വരികയാണ്. എടുത്തവരെല്ലാവരും നടക്കാൻ കഴിയുന്ന മക്കളാണ്, ചെറുപ്പക്കാര്. ഇന്നി ഉഖദ്ദിമുഹും ലക, അല്ലാഹുവേ ഞാൻ അവരെ നിനക്ക് സമർപ്പിക്കുകയാണ് റബ്ബേ. അല്ലാഹുമ്മ റസുഖുഹുമുശ് ഷഹാദത ഹാദൽ യൗം. ഇന്നത്തെ ദിവസം നീ അവർക്ക് രക്തസാക്ഷിത്വം നൽകണമേ. നോക്കണം, ഇസ്ലാം ഒരിക്കലും ഒരു യുദ്ധം തുടങ്ങാൻ നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു യുദ്ധവുമായി ശത്രുക്കൾ വന്നാൽ അവരെ പ്രതിരോധിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. ഖാദിസിയയിൽ പേർഷ്യൻ പടയുമായി പ്രതിരോധ സമരമാണ് അവിടെ നടക്കുന്നത്. മഹദിയായ ഖൻസാ റളിയല്ലാഹു അൻഹയുടെ ഈ 4 മക്കള്, വാപ്പ ജീവിച്ചിരിപ്പില്ല. ആകെ 4 മക്കളുള്ളൂ, ആണായും പെണ്ണായും 4 ആൺമക്കള്. മക്കളോട് ചെന്ന് ഉമ്മയുടെ ഒരു വാക്ക്, ഇത് ചരിത്രം രേഖപ്പെടുത്തി. യാ അബ്നാഈ, എൻ്റെ മക്കളെ, ഇദ്ഹബൂ വഗ്തസിലൂ വതഹന്നതു, പോയി കുളിച്ചു വരൂ മക്കളെ. എന്നിട്ട് വസ്ത്രത്തിൽ ഹാനൂത്ത് പുരട്ടിക്കോളൂ. എപ്പോഴാ ഹാനൂത്ത് പുരട്ടുക? മയ്യത്തിനെ കഫൻ ചെയ്യുമ്പോ ഹാനൂത്ത് പുരട്ടിക്കോളൂ മക്കളെ. വതകഫനൂ, ശരീരമാസകലം കഫൻ പുട ചുറ്റണം. ശരീരമാസകലം നിങ്ങൾ വസ്ത്രം കൊണ്ട് വരിഞ്ഞു മുറുക്കണം. കാരണം നിങ്ങളുടെ ഔറത്ത് കാണാൻ ഇടവരരുത്. പോയി കുളിച്ചു വരൂ, ഹാനൂത്ത് പുരട്ടിക്കോളൂ. അവര് 4 പേരും കുളിച്ച് വൃത്തിയായി വന്നു. മഹദിയുടെ വാക്കുകൾ, വല്ലാഹി മാ ഖുൻതു അബാകും, നിങ്ങളുടെ വാപ്പയോട് ഞാൻ ചതി ചെയ്തിട്ടില്ല മക്കളെ. നിങ്ങളുടെ വാപ്പ എന്നെ കല്യാണം കഴിച്ചതിൽ പിന്നെ നിങ്ങളുടെ പിതാവായ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലാതെ ഞാൻ എൻ്റെ ശരീരം പങ്കുവച്ചിട്ടില്ല. നിങ്ങളുടെ ഉമ്മയായ ഞാൻ നിങ്ങളുടെ പിതാവിനെയോ അള്ളാഹുവിനെയോ വഞ്ചിച്ചിട്ടില്ല. മക്കളെ എറിഞ്ഞുകൊല്ലുന്ന ഉമ്മമാരുള്ള കാലമാണിത്. അതിൽ പലതും ഒരുപക്ഷെ സ്വന്തം ഭർത്താവിന് ജനിക്കാതെ മക്കളായിരിക്കുമോ എന്ന് സംശയിച്ചു പോകാറുണ്ട്. സ്വന്തം ഭർത്താവിൽ അരുമയോടെ സ്നേഹത്തോടെ വളർത്തുന്ന ഒരു ഉമ്മാക്കൊരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ എങ്ങനെ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഭ്രാന്ത് വേണം തലക്ക്. മഹദി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഖുൻതു അബാകും, നിങ്ങളുടെ പിതാവിനെ എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചതിൽ പിന്നെ ഞാനൊരു വഞ്ചനയും ചെയ്യാതെ ജീവിച്ച മോളാണ്, പെണ്ണാണ് മക്കളെ നിങ്ങളുടെ ഉമ്മ. വലാ ഖദഅതു ഖാലകും, നിങ്ങളുടെ ഉമ്മയായ ഞാൻ എൻ്റെ ആങ്ങളമാർ ഒരു ഭർത്താവില്ലാതെ ജീവിക്കുന്ന കാലത്ത് എൻ്റെ ആങ്ങളമാരുടെ, നിങ്ങളുടെ അമ്മാവന്മാരുടെ കണ്ണ് വെട്ടിച്ച് തിന്മ ചെയ്തവളുമല്ല. വല്ലാഹി ഇന്നകും അബ്നാഉ റജുലിൻ വാഹിദ്, നിങ്ങൾ ഒരു പുരുഷന്റെ മക്കളാണ് എൻ്റെ ഭർത്താവിൻ്റെ. ഒരു ഉമ്മാക്കാണ് ധൈര്യപ്പെട്ട് പറയുന്ന വാക്ക് നോക്കണം. നിങ്ങൾ 4 പേരും ഒരു പിതാവിൻ്റെ മക്കളാണ്. ഞാൻ വഞ്ചന ചെയ്തിട്ടില്ല മക്കളെ, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല മക്കളെ, ഞാൻ നിങ്ങളുടെ പിതാവിനെ വഞ്ചിച്ചിട്ടില്ല, കണ്ണുവെട്ടിച്ചിട്ടില്ല. പിതാവ് മരണപ്പെട്ടതിൽ, ഭർത്താവ് നഷ്ടപ്പെട്ടതിൽ പിന്നെ നിങ്ങളുടെ ഉമ്മ സ്വന്തം ആങ്ങളമാരുടെ കൂടെ ജീവിച്ചവളാണ്.
അവരുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഞാൻ തിന്മക്ക് പോയവളല്ല. നിങ്ങളൊക്കെ ഇന്നകും അബ്നാഉ റജുലിൻ വാഹിദ്, നിങ്ങളൊക്കെ ഒരേ ഒരു പുരുഷന്റെ, നിങ്ങളുടെ പിതാവിന്റെ മക്കൾ തന്നെയാണ്. ഫഇന്നീ അഹ്തസിബുകും ഇൻദല്ലാഹി യൗമൽ അർദിൽ അക്ബർ, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയുടെ നാളിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ആ വിചാരണയിൽ രക്ഷപ്പെടാൻ മക്കളെ, ഉമ്മയായ ഞാൻ നിങ്ങൾ 4 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ ദിവസം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന് നിങ്ങൾ ഈ ദീനിന് വേണ്ടി നിങ്ങൾ പടപൊരുതേണ്ടവരാണ്. കാരണം ഈ ഉമ്മത്തിനെ നശിപ്പിക്കാനും തുടച്ചു നീക്കാനും വന്ന പേർഷ്യൻ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാതെ ധീരമായി മക്കളെ നിങ്ങൾ പ്രതിരോധിക്കണം. നിങ്ങൾ പ്രതിരോധിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം അപകടത്തിലായി പോകും. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ശത്രുക്കൾ നുറുക്കും. അതുകൊണ്ട് അവർക്ക് ഇവിടെ കടന്നു വരാൻ കഴിയാത്ത വിധം ഈ രാജ്യത്തിന്റെ ബോർഡറാണ് നിങ്ങൾ കാക്കുന്നത്. അതുകൊണ്ട് ധീരമായി പടപൊരുതണം, ധീരമായി മുന്നേറണം. നിങ്ങൾ വല്ലാഹി വല്ലാഹി ഇന്നി അഹ്തസിബുകും ഇൻദല്ലാഹ് ഫഇദാ തൈതും ഫഅഖ്ലിസൂ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണമേ. വല്ലാഹി ثم لا أراكم إلا يوم العرض الأكبر. മക്കളെ, ഉമ്മാക്കൊരു ഉമ്മ തന്നു പോകണം. മക്കളെ, ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് നാളെ മഹ്ശറായിൽ അള്ളാന്റെ മുമ്പിലേക്ക് വരുമ്പോഴായിരിക്കും. ഇതൊരു ചാവേർ ആക്രമണത്തിനുള്ള ആഹ്വാനമല്ല, ഇസ്ലാമിൽ അത് പാടുള്ളതുമല്ല. അങ്ങനെ നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഒരു ചാവേറും ഒരു മതവിശ്വാസിയും അല്ല തന്നെ. അവരാർക്കും ആ തിന്മ ചെയ്യാൻ കഴിയില്ല. ഈ ദീനിനും സമുദായത്തിനും ജനങ്ങൾക്കും രാജ്യത്തിനും സുരക്ഷയ്ക്ക് ഭീഷണിയായി വരുന്ന ശത്രുക്കളെ അവരുടെ മുമ്പിൽ നിന്ന് പോരാടി ജയിക്കാനും ഒരു രാജ്യം സംരക്ഷിക്കാനും ഒരു ഉമ്മ പട്ടാളത്തിലേക്ക് പോകുന്ന മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണിത്. മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, ഇനി നമ്മൾ കണ്ടുമുട്ടുന്നത് നാളെ പരലോകത്തിന്റെ മൈതാനിയിൽ വെച്ചാണ്. ആ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. മുഴുവൻ ആളുകളും വന്ന് ആ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ വരുന്നു. 4 മക്കളാണ് പോയതല്ല ലാഭമായത്. ഷഹാദത്തിന്റെ ചിറകേറി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിതരായത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടി പാവപ്പെട്ട ജനങ്ങളുടെ, നിരാലംബരായ ആളുകളുടെ കൂട്ടിന് ഒപ്പം നിന്ന് ഈ സമുദായത്തിന് ശക്തി പകർന്ന് ജീവത്യാഗം ചെയ്ത 4 മഹത്തുക്കള് നഷ്ടമായ ആ വീട്ടിലേക്ക്, ഖൻസാ ഉസ്സുലമിയയുടെ വീട്ടിലേക്ക് ആളുകൾ വരുന്നു ആശ്വസിപ്പിക്കാൻ. ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ സന്തോഷിപ്പിക്കാൻ വന്നതാണോ? ആശ്വസിപ്പിക്കാൻ വന്നതാണെങ്കിൽ പൊയ്ക്കോളൂ, എനിക്ക് ആശ്വാസം വേണ്ട. സന്തോഷിപ്പിക്കാൻ വന്നതാണെങ്കിൽ സന്തോഷിപ്പിച്ചോളൂ. അവര് പറഞ്ഞു, യാലൽ ബുഷ്റ അബ്ശിരി, സന്തോഷിച്ചോളൂ ഖൻസ, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ആ 4 പേരും ഇലാ റൗഹിൻ വറൈഹാനിൻ വജന്നതി അദ്നിൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് യാത്രയായിരിക്കുന്നു. ഫതബസ്സമത്, അവർ പുഞ്ചിരിച്ചു. ഖൻസാ ഉസ്സുലമിയ റളിയല്ലാഹു അൻഹാ. നമ്മുടെ മക്കളെ യുദ്ധത്തിനിറക്കേണ്ട സമയമല്ല ഇത്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കുക, മതബോധമുണ്ടാവുക. നമ്മുടെ വീടുകളിൽ ചാനലുകളായി മാറി മറിഞ്ഞ്, സിനിമയും സീരിയലുകളുമായി മാറി മറിഞ്ഞ് അവരുടെ ചിന്തകളെ നമ്മൾ മലിനപ്പെടുത്താതെ, അള്ളാഹു മുത്തുകളായി നമ്മുടെ കൈകളിൽ തന്ന മക്കളെ നമ്മളായിട്ടരുതാത്തത് കാണിച്ചു കൊടുത്തവരുടെ ചിന്തകളെ മലിനപ്പെടുത്താതെ നല്ല മക്കളാക്കി വളർത്താൻ ഒരു സാഹചര്യം ഒരുക്കാൻ, ഒരു നല്ലൊരു തീരുമാനമെടുക്കാൻ ഈ റമളാനിൽ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഈ റമളാൻ നമുക്ക് സാർത്ഥകമായി. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ കാണിച്ചു തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളിൽ കൺകുളിർമയെ തരട്ടെ. അവർ നല്ലവരായി ജീവിച്ചു കാണാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം ഈ റമളാനിലേക്ക് ഓർത്തെടുക്കാൻ നമ്മൾ സദസ്സിലേക്ക് കൈമാറുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ റസൂൽ മുആദ് എന്നവരെ യാത്ര അയക്കുകയാണ് യമനിലേക്ക്. മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്നah, പണ്ഡിതന്മാരുടെ മുമ്പിൽ അവരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഉലമാക്കളുടെ സയ്യിദ് ആരാണെന്ന് ചോദിച്ചാൽ
സാബിഖുൽ ഉലമാഇ വസയ്യിദുഹും സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മുആദ് ഇബ്നു ജബൽ എന്നവരാണ് എല്ലാ ആലിമീങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് നയിക്കുക. ആ മഹാന്റെ പിന്നാലെ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ആ ഭാഗ്യം മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ, സമസ്തയുടെ ആലിമീങ്ങൾ, വിശേഷിച്ചും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇഖ്ലാസോടുകൂടെ നിനക്ക് പ്രവർത്തിക്കുന്ന സർവരെയും സർവശക്തനായ റബ്ബേ, മഹാനായ മുആദ് തങ്ങളുടെ നേതൃത്വത്തിലായി സ്വർഗത്തിലേക്ക് കടക്കുന്ന സൗഭാഗ്യത്തിലെങ്കിലും ഞങ്ങളെ ചേർത്തി തരണേ തമ്പുരാനെ. ഹബീബിൻ്റെ സുഹ്ബത്തിലായി ചേർത്തണേ തമ്പുരാനെ. മുആദ് തങ്ങൾ ഹബീബിൻ്റെ സുഹ്ബത്തിലായിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സുംറത്തിൽ നമുക്കും കയറണം അല്ലാഹുവേ. ഈ സദസ്സ് ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റബ്ബേ. ഈ സദസ്സ് അതിൻ്റെ പ്രാർത്ഥനയാണ് റഹ്മാനെ. ഇത് നിന്നോട് സ്വർഗം ചോദിക്കുന്ന സദസ്സാണ്. അള്ളാഹുവിനോട് പടച്ചവനെ എനിക്ക് സ്വർഗം തരണേ എന്ന് 3 തവണ നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ സ്വർഗം പറയുമത്രേ. അള്ളാഹുവെ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ. മൻ സഅല അല്ലാഹൽ ജന്നത തലാസൻ, ഒരു ദിവസം 3 തവണ അള്ളാഹുവെ എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ സ്വർഗം പറയും റബ്ബെ അവർക്ക് സ്വർഗം കൊടുക്ക്. അള്ളാഹുവെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് 3 തവണ അള്ളാഹുവിനോട് ചോദിച്ചാൽ നരകം പറയും അള്ളാഹുവെ എന്നിലേക്ക് അവരെ കൊണ്ടുവരരുതേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് ചോദിച്ചൂടെ? ഒരു ദിവസം 3 തവണ എപ്പോഴെങ്കിലും റബ്ബിനോട് സ്വർഗം ചോദിക്കേ. 3 തവണ എപ്പോഴെങ്കിലും അള്ളാഹുവെ എനിക്ക് നരകമോചനം നൽകണമേ. നമ്മളൊക്കത് എത്രയാണ് എന്തെല്ലാം ദിക്റുകളുണ്ട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലേ? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ. മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ശേഷമുള്ള ദുആകളിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത വനഈമഹ വനഊദു ബിക മിനന്നാരി ഹമീമിഹ വസമൂമിഹ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. നരകത്തിന്റെ ചുടുകാറ്റുകളിൽ നിന്ന് കാക്കണേ റബ്ബേ. നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് കാക്കണേ റബ്ബേ. അല്ലാഹുവേ നീ സ്വർഗവും നിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ രക്ഷപ്പെടുത്തി തരണേ തമ്പുരാനെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് യാ മുആദേ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻസ്, മുആദേ നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ ഭയപ്പെടണമേ. വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ അതിൻ്റെ ഉടനെയായി നന്മ ചെയ്യണം. തെറ്റ് ചെയ്തിട്ട് പിന്നെ നന്മ ചെയ്താൽ ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. എന്തൊരു നല്ല ഉപദേശം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല നിലക്കാണ് പെരുമാറേണ്ടത്. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം. യാ അല്ലാഹ്, മുആദേ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, ഇത് ഈ ഉമ്മത്തിലെ എല്ലാ മുആദുമാരോടും എല്ലാ മുആദകളോടുമുള്ള ഉപദേശമാണിത്. എല്ലാ മുഅ്മിനീങ്ങളോടുമുള്ള ഉപദേശമാണ്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, എവിടെയാണെങ്കിലും, കോളേജിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും കാൽനടയായി പോവുകയാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും യാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, യാ മുആദ് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ, നിങ്ങൾ തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ നന്മ ചെയ്യണം. തിന്മകളെ നന്മകൾ മായ്ച്ചു കളയും. ഒരുപാട് ആളുകൾ ചെയ്യുന്ന സ്വതക്കകളെ കൊണ്ട് രക്ഷപ്പെട്ടു പോകും. ഒരുപാട് ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോകും. തിന്മകളെ നന്മകൾ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉപദേശം നൽകുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചു, മാലക തബ്കി, മുആദേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? യാ റസൂലല്ലാഹി നബിയേ, വല്ലാഹി മാ ബകൈതു ലി അംരിൻ ഫാതത്നി മിനദ് ദുനിയാ, ഈ ലോകത്ത് നഷ്ടമായൊരു ജോലിയെക്കുറിച്ചോ കിട്ടാമായിരുന്ന ഒരു വരുമാനത്തെക്കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ചൊല്ലിയുള്ള കരച്ചിലല്ല നബിയെ ഞാൻ കരയുന്നത്. ദുന്യാവ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കരയുകയല്ല. വലാകിൻ അഖ്ശാ അൻ യകൂന
ആഖിറൽ അഹ്ദി ബിക വലാ അറാക ഇല്ലാ യൗമൽ ഖിയാമ. നബിയേ, ഞാൻ അങ്ങയോട് യാത്ര പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അങ്ങയെ അവസാനം കാണുന്ന കാഴ്ചയാകുമോ? നാളെ ഇനി ഖിയാമത്ത് നാളിലാകുമോ ഞാനും നിങ്ങളും ഇനി കണ്ടുമുട്ടുന്നത്? അതുകൊണ്ട് നബിയേ, എനിക്ക് കരച്ചിൽ വരുന്നു. ആണല്ലോ വേർപാടിൻ്റെ ഒരു വേദന. ഇനി കാണൂലേ, ഇനി കാണില്ലേ എന്ന് പറയുന്നൊരു വേർപാടിൻ്റെ വേദന. യാ അല്ലാഹ്, മുആദ് എന്നവർ യമനിലേക്ക് പോവാൻ ഫ്ലൈറ്റ് കയറി വരാൻ പറ്റുന്ന കാലമല്ലല്ലോ, പെട്ടെന്ന് ഓടി വരാൻ കഴിയില്ലല്ലോ. ഹബീബിൻ്റെ അവസാന കാലമാണിത്. നബിയേ, അഖ്ശാ അൻ യകൂന ആഖിറൽ അഹ്ദി ബിക, ഇതങ്ങയെ ഞാൻ അവസാനം കാണുന്ന കാഴ്ചയാകുമോ നബിയേ? സ്വഹാബിമാരുടെ വേദന നോക്കണം. നബിതങ്ങളെ ഇത്തിബാ ചെയ്യലാണ് സ്നേഹം, ഒക്കെ ശരിയാണ്. പക്ഷേ സ്നേഹം അത് മാത്രമല്ല, അത് ഹൃദയത്തിൽ നിന്ന് തുളുമ്പുന്ന ഒരു അനുരാഗമാണ്. മുആദ് എന്നവർ അതാണ് പറയുന്നത്, നബിയെ, ഇനി കാണാൻ കഴിയില്ലയോ നബിയെ? ഇനി കാണാൻ പറ്റൂലേ നബിയെ? ഞാൻ പോവല്ലേ യമനിലേക്ക്, 100 കിലോമീറ്റർ അപ്പുറത്തേക്ക് തിരിച്ചു വരാൻ കഴിയോ? ഞാൻ വരുമ്പോൾ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടാവുമോ നബിയെ? വലാ നറാക ഇല്ലാ യൗമൽ ഖിയാമ, ഇനി ഖിയാമത്ത് നാളിലല്ലയോ നബിയെ ഞാൻ അങ്ങയെ കാണുക. ലാ തജ്സഅ മുആദേ, പേടിക്കണ്ട മുആദേ, നിങ്ങൾ പേടിക്കല്ലിൻ. ഫഇന്നൽ ജസഅ മിനശ് ശൈത്വാൻ, അനാവശ്യമായ പേടി പിശാചുണ്ടാക്കുന്നതാണ്. നിങ്ങൾ പേടിക്കല്ല മുആദേ, നിങ്ങൾ പേടിക്കരുത്. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം, ഇന്നക ലൻ തറാനീ ബഅദ യൗമി ഹാദാ, ഈ ദിവസത്തിന് ശേഷം മുആദേ, നിങ്ങൾക്കെന്നെ ഈ ഭൂമിയിൽ കാണാൻ കഴിയില്ല. ഇത് ഞാനും നിങ്ങളും അവസാനം കണ്ടുമുട്ടുന്ന കാഴ്ചയാണ് മുആദേ. ഇനി നിങ്ങൾ മദീനത്തേക്ക് വരുമ്പോൾ ഞാൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നബി തങ്ങൾ മുആദ് എന്നവരോട് വേദനിക്കരുത് മുആദേ, വിഷമിക്കരുത്, ഞാനൊരു സത്യം പറയാമെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ മുആദ് എന്നവർ വഫാത്താകുന്നത് 34 വയസ്സിലാണ്. 34 വയസ്സിലാണ് മുആദ് എന്നവർ വഫാത്താകുന്നത്. 90-100 വയസ്സുള്ള ആലിമീങ്ങൾ ഈ 34 വയസ്സുള്ള മുആദ് എന്നവരുടെ ബാക്കിലാണ് സ്വർഗത്തിലേക്ക് വരാൻ. സുബ്ഹാനല്ലാഹ്. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന. കാണൂല മുആദേ, ലാ തജ്സഅ, അക്ഷമ കാണിച്ചു കരയല്ലേ. ഫഇന്നൽ ജസഅ മിനശ് ശൈത്വാൻ, അക്ഷമ കാണിക്കുന്ന വേദന പിശാചിന്റേതാണ് മുആദേ. ഇന്നക ലൻ തറാനീ ബഅദ ആമി ഹാദാ. ആ ഒരു യാത്രയപ്പിൽ മുആദ് എന്നവർക്ക് കൊടുത്ത ഉപദേശമാണ്, സത്യവിശ്വാസികളെ, റമദാൻ പടിവാതിലിക്കൽ വന്ന് നിൽക്കുമ്പോൾ, നമ്മുടെ അതിഥി നമ്മളെ വീട്ടിലേക്ക് കടക്കാനിരിക്കുമ്പോൾ നാം ഓർക്കുകയാണ്, യാ മുആദു ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. മുആദേ, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ ഭയപ്പെടണമേ. നമ്മുടെ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മൾ മുതിർന്നവര്, ചെറുപ്പക്കാരൊക്കെ തിന്മകളിലേക്ക് വഴിതെറ്റാതെ നമ്മുടെ ചിന്തകളെ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് പിടിച്ചു നിർത്തിത്തരണേ തമ്പുരാനെ. ചുറ്റുപാടുകൾ വളരെ മലീമസമാണ്, തിന്മകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ചുറ്റുപാടുകൾ. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക്, യുവതീവാക്കൾക്ക് അല്ലാഹുവേ ദീനിന്റെ ഹക്കായ മാർഗത്തിൽ നിലന്ന് ഈമാനോടുകൂടെയുള്ള മരണം അത് സാധ്യമാവാൻ ഞങ്ങളെ തുണക്കേണമേ റഹ്മാനെ. ഞങ്ങളെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. മുആദേ, ഇനി വരുമ്പോൾ ഞാനുണ്ടാവില്ല മുആദേ മദീനയിൽ. എന്തെന്നില്ലാത്തൊരു യാത്രയപ്പല്ലേ, ഇനി കാണൂല എന്ന് ഉറപ്പിച്ച് നബി തങ്ങൾ പറഞ്ഞു. ഇനി കാണൂല മുആദേ. അതുകൊണ്ട് ഞാൻ ഒരു ഉപദേശം തരാം, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത് വഅത്ബിഇസ് സയ്യിഅതൽ ഹസന വഅത്ബിഇസ് സയ്യിഅതൽ ഹസന. ഏതൊരു തിന്മ സംഭവിച്ചാലും ഉടനെ നന്മ ചെയ്തേക്കണം. തംഹുഹാ, ആ തിന്മകളെ മായ്ച്ചു കളയാൻ നന്മകൾക്ക് സാധിക്കും മുആദേ. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലക്കാണ് പെരുമാറേണ്ടത്. കഴിഞ്ഞില്ല, ഈ റമദാൻ വരുമ്പോൾ കൂടെ കൊണ്ടു നടക്കാൻ ഒരു ഉപദേശം എൻ്റെ ശരീരത്തോടും നിങ്ങൾക്കുമായി ഞാൻ കൈമാറുകയാണ്. യാ മുആദ്, മുആദേ, ഉദ്കുറുല്ലാഹ ഇൻദ കുല്ലി ഷജരിൻ വഹജരിൻ വമദർ. മുആദേ, കളിമണ്ണ് കാണുമ്പോൾ ദിക്ർ ചൊല്ലണം. മുആദേ, കല്ലുകൾ കാണുമ്പോൾ ദിക്ർ ചൊല്ലണം. മുആദേ,
മുആദേ വൃക്ഷങ്ങൾ കാണുമ്പോൾ ദിക്ർ ചൊല്ലണം. ഫഇന്നക ഇദാ ദകർതല്ലാഹ കാനല്ലാഹു മഅക. മുആദേ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളോട് കൂടെയുണ്ടാകും. എന്തിനാ പേടിക്കേണ്ടത്? ഭരണം ആര് നടത്തിയാലെന്താ, ലോകത്ത് എന്ത് സംഭവിച്ചാലെന്താ? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഉണ്ടോ? കാനല്ലാഹു മഅക, അല്ലാഹു നിന്റെ കൂടെ ഉണ്ട്. മുആദേ യമനിലേക്ക് പോകുന്ന യാത്രയിൽ കല്ലുകളും പാറകളുമുണ്ട്, കളിമണ്ണുകളുണ്ട്, ചെടികളുണ്ട്. അതൊക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ദിക്റുകൾ ചൊല്ലണേ മുആദേ, അല്ലാഹുവിനെ ഓർക്കണേ മുആദേ. ഇൻദ കുല്ലി ഷജരിൻ വഹജരിൻ വമദരിൻ, ഏത് കളിമണ്ണും കല്ലുകളും വൃക്ഷങ്ങളും കാണുമ്പോൾ മുആദേ അല്ലാഹുവിനെ ഓർക്കണേ. ഇനി ഞാനും നിങ്ങളും കാണുന്നത് പരലോകത്ത് വെച്ചായിരിക്കും മുആദേ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ്. ആ ഹബീബിനെ സ്വപ്ന ദർശനത്തിൽ കാണാനും നാളെ പരലോകത്ത് കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം അല്ലാഹു നീ ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ.